അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ളത് അഡ്വർടൈസ്മെന്റ് ആണ്. ആഡ് മാനേജർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് നമുക്ക് എടുക്കാനുള്ളത്. ഫേസ്ബുക്ക് മെറ്റ ആഡ് മാനേജർ എന്ന് പറയും. ഇതിലാണ് നമുക്ക് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ചെയ്യാനുള്ളത്. അപ്പൊ നമ്മളെ ബിസിനസ് സ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ബിസിനസ് സ്യൂട്ട് എടുത്തപ്പോൾ ഈ ഓഡിയൻസ് എൻഗേജ് കഴിഞ്ഞിട്ട് പിന്നുള്ള സെക്ഷനാണ് അഡ്വർടൈസ് എന്ന് പറഞ്ഞത്. അതിൽ ആഡ് മാനേജർ എന്നുള്ള സെക്ഷൻ ഞാൻ അന്ന് എടുത്തിട്ടില്ല. ഞാനത് നമുക്ക് സെപ്പറേറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് അതാണ് എടുക്കുന്നത് കേട്ടോ, ആഡ് മാനേജർ. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക, ബിസിനസ് സ്യൂട്ടിൽ നിന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ബിസിനസ് ആഡ് മാനേജർ നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ നിങ്ങളെ പേജിന്റെ സൈഡ് ഓപ്ഷനിലും എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിംഗ്സ് ടൂൾസ് ഒന്നും ആഡ് മാനേജർ എന്നുള്ള ഓപ്ഷൻ സെർച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബിസിനസ് ഡോട്ട് ഫേസ്ബുക്ക് എന്നുള്ള വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ആഡ് മാനേജറിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര അക്കൗണ്ട് ഉണ്ടായിക്കോളാം. ഒരു പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും നോർമലി നമുക്ക് ഉണ്ടാവുക. ഈ മെറ്റ ആഡ് മാനേജർ എന്ന് പറയുന്നത് നമുക്ക് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ക്യാമ്പയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നിലവിൽ ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ. ആ ബൂസ്റ്റ് കൊടുത്തിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നതിനേക്കാളും അഡ്വാൻസ് ലെവലിൽ നമുക്ക് കറക്റ്റ് ക്യാമ്പയിൻസ് കാര്യങ്ങൾ ടാർഗറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഫേസ്ബുക്കിന്റെ പെയ്ഡ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്യുന്ന മെയിൻ കോർ ഏരിയ എന്ന് പറയുന്നത് ആഡ് മാനേജർ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാല് ഇതിൽ നമ്മൾ ഫസ്റ്റ് ഒരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഓൾറെഡി ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഒരു പേഴ്സണൽ അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ടാവും. ഇതായിരിക്കും പേഴ്സണൽ അക്കൗണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഓരോ ബിസിനസ്സിനും ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പേരിലും ബിസിനസ് അക്കൗണ്ട് എന്നുള്ള നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്രിയേറ്റ് ബിസിനസ് അക്കൗണ്ട് എന്നുള്ളത് ഉണ്ടാവും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പേരിലും ക്രിയേറ്റ് ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തിട്ട് നമുക്ക് ബിസിനസിന്റെ നെയിം, നമ്മുടെ ബിസിനസിന്റെ നെയിം എന്താണോ ആ നെയിം നമുക്കിവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. അപ്പൊ ഞാൻ ഒരു നെയിം കൊടുക്കാം. ഞാനിവിടെ മെഡീച്ചർ എന്ന് കൊടുക്കുക കേട്ടോ. മെഡീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ക്ലയന്റ് ആണ്. അപ്പൊ അവരെ പേരിൽ കൊടുക്കുകയാണ്. നമ്മളെ കോണ്ടാക്ട് ഇൻഫർമേഷൻസ് ആണ്. ഇവിടെ ഞാൻ എൻ്റെ നെയിമും ഇമെയിൽ അഡ്രസ്സും കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ബിസിനസിന്റെ പേര് കൊടുക്കട്ടോ. ഞാനിവിടെ എൻ്റെ ക്ലയന്റിന്റെ പേരെ കൊടുത്തിട്ടുള്ളത്. ദെൻ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. ഓ, റീച്ച് ലിമിറ്റ് ഓഫ് ബിസിനസ് അക്കൗണ്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന ലിമിറ്റ് ഉണ്ട്. ഒരാളുടെ അക്കൗണ്ടിൽ ഇത്രണ്ണേ പറ്റുള്ളൂ എന്നുള്ള കണക്കുണ്ട് കേട്ടോ. ഓൾറെഡി ഇന്ത്യയിൽ ഒരുപാട് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. നിങ്ങളതിലാവുമ്പോൾ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് എന്തായാലും ലിമിറ്റ് പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഫ്രഷ് അക്കൗണ്ട് ആവുമ്പോൾ. ഇനി നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെയും ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ബിസിനസ് അക്കൗണ്ട് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബിസിനസ് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ട്, ബിസിനസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സെപ്പറേറ്റ് ഓരോ അക്കൗണ്ടിലും ഇപ്പൊ നിങ്ങൾക്ക് ഒരു മൊബൈൽ, ഇപ്പൊ അൻവർ ഖാന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ മൊബൈൽ ഷോപ്പിന്റെ ഒരു ആക്സസറീസിന്റെ ഷോപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ക്യാമ്പയിൻസും പ്രൊമോഷൻസും അതിന്റെ അക്കൗണ്ടിൽ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഒരു ഇ കൊമേഴ്സ് പുതിയ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സെപ്പറേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബ്രാൻഡ് നെയിമിൽ ഒരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് വേറെ ചെയ്യാം. ഇത് രണ്ടും വെവ്വേറെ ആക്കി ചെയ്താൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യാന്നുള്ളൂ. ബേസിക്കലി നമുക്ക് ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടായാൽ തന്നെ നമുക്ക് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ബിസിനസ് അക്കൗണ്ട് ഇതുപോലെ പുതിയത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ബിസിനസ് അക്കൗണ്ട് ആക്കാരം. ഈ ബിസിനസ് അക്കൗണ്ടിൽ ഇനി അടുത്ത വിഷയം എന്താ വെച്ചാൽ, ഇപ്പൊ ഇതൊരു ബിസിനസ് അക്കൗണ്ട് ആണ്. ഇപ്പൊ ഞാൻ ജെ മലപ്പുറം എന്നുള്ളൊരു ബിസിനസ് അക്കൗണ്ട് ആണ്. ഇതിൽ എനിക്ക് എന്ത് ചെയ്യാം, ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്.
അതായത് ബിസിനസ് അക്കൗണ്ടില് ഒരു ബിസിനസ് അക്കൗണ്ട് ഉണ്ടായത് കൊണ്ട് ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടാവണം എന്നില്ല. അഡ്വർടൈസ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു ബിസിനസ് അക്കൗണ്ടിൽ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ആഡ് അക്കൗണ്ട് ഇവിടെയാണ് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ? ഇവിടെ നമുക്ക് ഓരോ ബിസിനസ് അക്കൗണ്ടിന്റെ അണ്ടറിൽ ആഡ് അക്കൗണ്ട് കാണാൻ പറ്റും, അതിനൊരു ഐഡി കാണാൻ പറ്റും. ഈ സലാഹുദ്ദീൻ PP എന്നുള്ളത് എന്റെ ബിസിനസ് അക്കൗണ്ട് ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതിന്റെ അടിയിൽ 3 ആഡ് അക്കൗണ്ട് കാണാൻ പറ്റും. ഇതാണ് ആഡ് അക്കൗണ്ട്. ആഡ് അക്കൗണ്ടിന് ഒരു ഐഡി ഉണ്ടാവും, ഒരു ബിസിനസ് അക്കൗണ്ടിന് ഒരു ഐഡി കാണാൻ പറ്റും. ഓക്കെ. അതേപോലെ ഇഷാ ഡിജിറ്റൽ എന്നുള്ളതിന്റെ താഴെ 3 ആഡ് അക്കൗണ്ട് കാണാൻ പറ്റും. അതുപോലെ അറൂസ് എന്നുള്ളതിന്റെ ഒരു ആഡ് അക്കൗണ്ട്, ഡേഫിറ്റ് ഒരു ആഡ് അക്കൗണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ ബിസിനസിന്റെ അണ്ടറിൽ ഓരോ ആഡ് അക്കൗണ്ട് മിനിമം ഒന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അതിൽ കൂടുതലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഒരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിലൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ സിസ്റ്റം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ അക്കൗണ്ട് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പേജും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ചിലപ്പോൾ ഇവിടെ ഒരു ബിസിനസ് അക്കൗണ്ട് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ പേഴ്സണൽ അക്കൗണ്ട് ആണ്, ഇതിലിപ്പോ 3 ആഡ് അക്കൗണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇതിൽ ഓരോന്നിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആഡുകളും കാര്യങ്ങളും ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോ ഒരു ആഡ് അക്കൗണ്ട് ആണ്. ഇത് മറ്റൊരു ആഡ് അക്കൗണ്ട്. ഇത് മൂന്നാമത്തെ ആഡ് അക്കൗണ്ട്. ഒരു ബിസിനസ് അക്കൗണ്ടിന്റെ ഉള്ളിലുള്ള വ്യത്യസ്തമായ ആഡ് അക്കൗണ്ട് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ബിസിനസിന്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഗ്രൂപ്പ് ഓഫ് ബിസിനസിന്റെ അണ്ടറിൽ ഒരുപാട് ബിസിനസ്സുകൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സെപ്പറേറ്റ് നമുക്ക് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാറ്റഗറി ഓഫ് ബിസിനസ്സിനെ ഒരു പുതിയൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ആഡ് അക്കൗണ്ടിലാണ് നമ്മൾ ഫണ്ട് ഇതിൽ പേയ്മെന്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഒന്നിലൊരു 10,000 രൂപ വെച്ചിട്ട് ആ 10,000ത്തിന് വേണ്ട ക്യാമ്പയിൻസും കാര്യങ്ങളും അതിൽ സെറ്റ് ചെയ്യുക. മറ്റൊരു കേസിന് വേണ്ടി വേറെ ഫണ്ട് ഇട്ടിട്ട് നമുക്ക് അതിൽ സെപ്പറേറ്റ് എന്ത് ചെയ്യുക? അതിന്റെ കാര്യങ്ങൾ ആ എമൗണ്ടിന് ചെയ്യാവുന്ന ക്യാമ്പയിൻസും കാര്യങ്ങളും അതിൽ ചെയ്യാം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മിക്സ് ആവില്ല. അപ്പൊ ഈ ബഡ്ജറ്റ് ഇതിന് മാത്രം പോകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മാനേജ് ചെയ്യാം. മെയിൻ ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ബിസിനസ്സോ എൻറ്റിറ്റിയോ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതിന്റെ ഉപയോഗം വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു ഒറ്റ അക്കൗണ്ട് ഉണ്ടായാൽ തന്നെ നമുക്ക് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബിസിനസ് ആഡ് മാനേജറിൽ കയറി കഴിഞ്ഞാൽ ഒരു ബിസിനസ് അക്കൗണ്ട്, അതിന് ഫസ്റ്റ് വൺ അക്കൗണ്ട് ഓവർവ്യൂ എന്നുള്ളതാണ്. അക്കൗണ്ട് ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരു ആക്റ്റീവായ ഒരു അക്കൗണ്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോ ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആഡ് അക്കൗണ്ട് ആണ്. അപ്പൊ ഈ ആഡ് അക്കൗണ്ടിന്റെ പേര് ഷാൾ ഡിജിറ്റൽ എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഓരോ സെഷൻ പോവാം. ഫസ്റ്റ് അക്കൗണ്ട് ഓവർവ്യൂ എന്നുള്ളതാണ്. അക്കൗണ്ട് ഓവർവ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിന്റെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ആഡ് അക്കൗണ്ടിൽ അറൂസ് വെഡിങ് ഹബ്ബ് എന്ന് പറയുന്ന ഈ ഷാ ഡിജിറ്റൽ എന്ന് പറയുന്ന ബിസിനസ് അക്കൗണ്ടിന്റെ ഉള്ളിലെ അറൂസ് വെഡിങ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു ആഡ് അക്കൗണ്ട് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. നമ്മളൊരു ക്ലയന്റ് തന്നെയാണ്, അപ്പോൾ അതിന്റെ ആഡ് അക്കൗണ്ട് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിൻസുകളും അതിന്റെ റിസൾട്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പുറത്ത് കാണിക്കുന്ന റിസൾട്ട് ആണ്. ഇതിപ്പോ ആക്റ്റീവായ ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓട്ടോമാറ്റിക്
ഓട്ടോമാറ്റിക്കലി അപ്ലൈ ഡെലിവർ റെക്കമെൻഡേഷൻ ഒരു സംഭവമുണ്ട്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നിന്ന് സജഷൻസും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകും. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് അക്കൗണ്ട് ഓവർവ്യൂ എന്നൊരു സെക്ഷനാണ്. രണ്ടാമത്തത് ക്യാമ്പയിനിങ്. ഈ ക്യാമ്പയിനിങ്ങിന്റെ സെക്ഷനിലാണ് നമ്മളിവിടെ പുതിയ ക്യാമ്പയിൻസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക, A/B ടെസ്റ്റ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, ഇതിന്റെ ബ്രേക്ക് ഡൗൺ കാര്യങ്ങൾ, റിപ്പോർട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ കൈകാര്യം ചെയ്യുന്ന ഏരിയയാണ് ക്യാമ്പയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ആഡ് മാനേജർ ശരിക്കും ക്യാമ്പയിൻസ് ആണ് run ചെയ്യുക. നമ്മൾ ഫേസ്ബുക്ക് പേജിൽ ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ക്യാമ്പയിൻസ് ആണ്. ഒരു ക്യാമ്പയിൻസ് എന്ന് പറയുന്നത് ഒരു ക്യാമ്പയിൻസ് നെയിം ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യുക, അതിന്റെ അണ്ടറിൽ ഒരു ആഡ് സെറ്റ്, ഒരു ആഡ് സെറ്റ് എന്നല്ല, ഒരു ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ആഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ആഡ് സെറ്റിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ആഡും ചെയ്യാൻ പറ്റും. ഇപ്പോ ഈ ഒരു ഡ്രീം ഫിറ്റ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന്റെ ഉള്ളില് 4 ആഡ് സെറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 ആഡ് സെറ്റിന്റെ ഉള്ളിലും നമുക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് 2 ആഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ക്യാമ്പയിന് അതിന്റെ ഉള്ളില് അതിന്റെ അണ്ടറിൽ നമുക്ക് മൾട്ടിപ്പിൾ ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ ആഡ് സെറ്റിന്റെ ഉള്ളിലും മൾട്ടിപ്പിൾ ആഡ്സും ക്രിയേറ്റ് ചെയ്യാം. ഡൗട്ട് വന്നാൽ ചോദിക്കണം കേട്ടോ. ഒരു ക്യാമ്പയിന് അതിനുള്ളിൽ ആഡ് സെറ്റ്, ആഡ്, ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു പെയ്ഡ് ക്യാമ്പയിന് റൺ ചെയ്യുക എന്ന് പറയുന്നത്. അതിന് 3 പാർട്ടാണ്. ഫസ്റ്റ് വൺ ക്യാമ്പയിൻ, ദെൻ ആഡ് സെറ്റ്, ദെൻ ആഡ്സ്. അപ്പോ ഒരു ക്യാമ്പയിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ആഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഓരോ ആഡ് സെറ്റിന്റെ ഉള്ളിലും എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ആഡും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതിന്റെ സെക്ഷനാണ്. മൂന്നാമത് വരുന്നത് ആഡ്സ് റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. നമ്മൾ നിലവിൽ ചെയ്ത നമ്മുടെ ആഡ്സിന്റെ കാര്യങ്ങൾ, റിപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് എടുക്കാനും അതിനെ അനലൈസ് ചെയ്യാനും അതിനെ കുറിച്ചുള്ള നമുക്ക് കസ്റ്റമർക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ മന്ത്ലി റിപ്പോർട്ട് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെ എടുക്കണം, എത്ര, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഡേറ്റ് എന്ന് മുതലുള്ളതാണ്, നമുക്ക് എന്ന് മുതലുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ലാസ്റ്റ് 7 ഡേയ്സ്, അല്ലെങ്കിൽ 14 ഡേ, 30 ഡേയ്സ്, അല്ലെങ്കിൽ ദീസ് മന്ത്, ഈ മാസം മുതൽ. അപ്പൊ നമുക്ക് ഇവിടെ എന്ന് മുതലാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഞാൻ ഡിസംബർ മുതലുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് 5-ാം തീയതി ഇന്ന് വരെയുള്ള കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇന്ന് വരെയുള്ള കംപ്ലീറ്റ് റിപ്പോർട്ടാണ്. ഇതിപ്പോ ഒരു ക്യാമ്പയിനാണ് ഇപ്പൊ നമുക്ക് ഇവിടെ റൺ ചെയ്തത്. അക്കൗണ്ട് നെയിം അറൂസ് വെഡിങ് ഹബ്ബ് എന്നുള്ളതാണ്. അതിൽ വന്ന ടോട്ടൽ റീച്ച് ആണ് കാണിക്കുന്നത്, ഇംപ്രഷൻ, അതുപോലെ ഫ്രീക്വൻസി, എത്ര ഫ്രീക്വൻസി ഗ്യാപ്പിലാണ് നമുക്ക് ആഡ് കാണിച്ചിട്ടുള്ളതാണ്, എമൗണ്ട് ടോട്ടൽ സ്പെൻഡ് ചെയ്തതാണ്, ആട്രിബ്യൂഷൻ സെറ്റിംഗ്സ്. ഇവിടെ നമുക്ക് 7 ഡേയ്സ് ക്ലിക്ക് ഓർ 1 ഡേ വ്യൂ, 7 ദിവസത്തില് 7 ഡേ ക്ലിക്സ് ഒരു 1 ഡേ വ്യൂ, ഒരു ദിവസം ഒരു വ്യൂ എന്നുള്ള രൂപത്തിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. 7 ദിവസം കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും ആ ആളെ ഒരു പ്രാവശ്യം കൂടെ കാണിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അട്രിബ്യൂട്ട് സെറ്റ് ചെയ്തത്. ഇവിടെ കസ്റ്റം എന്ന് പറയുന്ന ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ടാവും, എന്താ, അഡീഷണൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് പ്യൂർ ടേബിൾ ഉണ്ട്, ട്രെൻഡ് രൂപത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രാഫ് രൂപത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാർ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ക്യാമറ റിസൾട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടതെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ രൂപത്തിലാണെങ്കിൽ നമുക്ക് ഇവിടെ അക്കൗണ്ടിന്റെ നെയിം, റീച്ച്, ഇംപ്രഷൻ, ഈ 3 സംഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ക്യാമ്പയിന്റെ നെയിം കൊടുക്കാം, അക്കൗണ്ട് നെയിം കൊടുക്കണമെന്ന് നമുക്ക് വേണമെന്നില്ല, അത് ഞാൻ അത് ഒഴിവാക്കി, കാരണം കറക്റ്റ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാനാണ്. ആഡ് സെറ്റിന്റെ നെയിം കൊടുക്കാം, ആഡിന്റെ നെയിം കൊടുക്കാം, പിന്നെ ആഡ് ക്രിയേറ്റീവ്, നമ്മൾ ഏത് ക്രിയേറ്റീവ് നമ്മൾ ഡിസൈൻ ചെയ്ത ആഡിലുള്ള ഡിസൈൻ ഉണ്ടല്ലോ, അത് ഏതാണെന്ന് കൊടുക്കാം. ഏജ്, നമുക്ക് കൊടുത്ത ഏജിന്റെ ഡീറ്റെയിൽസ് കിട്ടും, ഏതൊക്കെ ഏജുള്ള ആളുകളാണ് നമ്മൾ ആഡ് കണ്ടിട്ടുള്ളത്, ഓരോ കാറ്റഗറി 25 മുതൽ 34 വരെ ഏജുള്ള ആളുകൾ എത്ര റീച്ച് ചെയ്തു, എത്ര ഇംപ്രഷൻ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അതുപോലെ ജെൻഡർ ബേസ് ചെയ്തിട്ട്, ഡേ ബേസ് ചെയ്തിട്ട്, കൺട്രി ബേസ് ചെയ്തിട്ട്, റീജിയൻ പ്ലേസ് ചെയ്തിട്ട്, പ്ലേസ്മെന്റ് പ്ലേസ് ചെയ്തിട്ട്, പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമ്മുടെ ആഡ് കാണിച്ചോ ആ കാറ്റഗറി ബേസ് ചെയ്തിട്ട്, ഫേസ്ബുക്ക് ഫീഡിൽ നമുക്ക് 14,000 ആളുകൾ കണ്ടു, ഫേസ്ബുക്ക് റീൽസിൽ ഇത്ര പേര് കണ്ടു, ഇൻസ്റ്റാഗ്രാം റീൽസിൽ 4,300 പേര് കണ്ടു. ഇങ്ങനെ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ദിവസം, ഏതൊക്കെ വീക്ക്,
അതുപോലെ ഡെലിവറി ഇംപ്രഷൻ ഡിവൈസ് പ്ലാറ്റ്ഫോം ഏതാണ്, ഡിവൈസിന്റെ പ്ലാറ്റ്ഫോം ഏതാണ്, കൺവേർഷൻ ഡിവൈസ് വീഡിയോ ടൈപ്പിൽ നമുക്ക് ഏതാണ്, ഡൈനാമിക് ക്രിയേറ്റീവ് അസറ്റ്, അങ്ങനെ ഒരുപാട് മെട്രിക്സുകൾ ഉണ്ട്. ഇതിൽ ഏതാണ് നമുക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെ കണ്ടു എന്നുള്ളത് കറക്റ്റ് ഇവിടെ കൊടുക്കാം. അപ്പൊ നമുക്ക് എത്ര ലിങ്ക് ക്ലിക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ കൂടും. പർച്ചേസ് ഒക്കെ ചെയ്യുന്ന ക്യാമ്പയിൻ ആണെങ്കിൽ എത്ര പർച്ചേസ് വന്നു, CPC എന്ന് പറഞ്ഞാൽ ക്ലിക്ക് പെർ കോസ്റ്റ്, നമുക്ക് എത്ര ക്ലിക്ക് പെർ കോസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ CPM എന്ന് പറയുന്നത് കോസ്റ്റ് പെർ ഇംപ്രഷൻ എന്നുള്ളതാണ്. അതായത് 1000 പ്രാവശ്യം ഒരാളുകൾ ജസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാല് റീച്ച് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് വ്യത്യാസമുണ്ട്. ഈ ക്യാമ്പയിനിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ് റീച്ച് ഇംപ്രഷൻ. ഈ റീച്ചും ഇംപ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിച്ചാല്, ഇതാണ് റീച്ച് എന്ന് പറയുന്നത്, ഇതാണ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. റീച്ച് എന്ന് പറയുന്നത് ഒരു യുണീക്ക് വ്യക്തി അല്ലെങ്കിൽ ഒരു യുണീക്ക് ട്രാഫിക്കിൽ നിന്ന് ഒരു നമ്മളെ ആഡിനെ ഒരു പ്രാവശ്യം കാണുന്നതിനാണ് റീച്ച് എന്ന് പറയാം. അപ്പൊ ഒരു 10 ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ 10 റീച്ച് എന്ന് പറയാം. ഉം. പക്ഷെ ഇവിടെ നമ്മൾ 10 ആൾക്കാർ ചിലപ്പോൾ 10 വട്ടം കണ്ടാലും അവിടെ റീച്ചിന്റെ കണക്ക് എത്ര പേര് കണ്ടു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ 10 പേരാണ് കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം നമ്മുടെ ആഡ് കാണിച്ചു എന്നതാണ്. അപ്പൊ 10 പേർക്ക് 10 പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇംപ്രഷൻ റേറ്റ് വരെ 100 ആണ്. ഓരോരുത്തർക്കും 10 പ്രാവശ്യം വെച്ച് 10 ആൾക്കാരെ കാണിച്ചു കഴിഞ്ഞാൽ ഇംപ്രഷൻ റേറ്റ് 100 ആണ്. എന്നാൽ റീച്ച് എന്ന് പറയുന്നത് അവിടെ 10 ആണ്. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. റീച്ച് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഓരോ ആളുകളെ കാണിക്കുന്ന കൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു യൂസറെ കാണിക്കുന്നതിനാണ് റീച്ച് എന്ന് പറയാം. ഇംപ്രഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കാണിക്കുക എന്നുള്ളത്. അത് എത്ര പ്രാവശ്യം കാണിച്ചു, ഇംപ്രഷൻ എത്ര പ്രാവശ്യം കാണിച്ചു എന്നുള്ളതിന് ഇംപ്രഷൻ, എത്ര പ്രാവശ്യം ഒരാൾ കണ്ടു എന്നുള്ളതിന് റീച്ചും എന്ന് പറയും. ഓക്കെ. ഈ ഇംപ്രഷന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ഓരോ പോസ്റ്റും ഇംപ്രഷനായി. ഇപ്പൊ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക്, ഫേസ്ബുക്കിൽ. അപ്പൊ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഞാൻ അതിന് ക്ലിക്ക് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയാൽ തന്നെ അത് ഇംപ്രഷൻ റേറ്റിൽ വന്നു. റീച്ച് എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കെങ്കിലും വേണം, ഒന്ന് തൊട്ടിട്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ആഡ് കാണിക്കുന്നത്, എമൗണ്ട് സ്പെൻഡിങ്, പിന്നെ ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം എങ്ങനെ കാണണം എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ലിങ്ക് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഡിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനാണ്. CPC എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ ഇംപ്രഷൻ. നമ്മുടെ ഒരു ക്ലിക്ക് പെർ കോസ്റ്റ് ആണ്. ക്ലിക്ക് പെർ കോസ്റ്റ് ആണ് CPM എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു കോസ്റ്റ്, ഒരു ക്ലിക്കിന് നമുക്ക് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ ഓരോന്നും കാണാൻ പറ്റും. ഇവിടെ 22 ലിങ്ക് ക്ലിക്ക് വന്നിട്ടുണ്ട്. അതിന് പെർ ക്ലിക്കിന്, ഒരു ക്ലിക്കിന് 14 രൂപയും 79 പൈസയും നമുക്ക് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? കോസ്റ്റ്, ഈ CPM എന്ന് പറയുന്നത് കോസ്റ്റ് പെർ ഇംപ്രഷൻ ആണ്. അതായത് 1000 ഇംപ്രഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഇംപ്രഷൻ ആയിട്ട് പരിഗണിക്കുക. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ഇംപ്രഷൻ റേറ്റ് വന്നിട്ടുള്ളത് 8 രൂപ. അതായത് 1000 ഇംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ 8 രൂപയും 85 പൈസയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, റീച്ച്, ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അഡീഷണൽ ഉണ്ട് കേട്ടോ. ഇംപ്രഷൻ, ക്യാമ്പയിൻ ഡെലിവറി, ആഡ് സെറ്റ്. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോ എത്ര ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട്, എത്ര പോസ്റ്റ് കമന്റ്സ് കയറിയിട്ടുണ്ട്, നമ്മുടെ പോസ്റ്റ് എൻഗേജ്മെന്റ് ടോട്ടൽ എത്ര കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതൊക്കെ ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്ന ഓരോ ഓപ്ഷൻസ് ഇവിടെ വരും. ഇപ്പൊ ഫോളോവേഴ്സ് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പേജ് എൻഗേജ്മെന്റ്. ഇവിടെ 5356 എൻഗേജ്മെന്റ്, 5356 എൻഗേജ്മെന്റ്. ഇവിടെ എൻഗേജ്മെന്റിന്റെ കാണാം. എൻഗേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ആഡ് പോസ്റ്റിനെ ഒരാൾ ഏതെങ്കിലും തരത്തിൽ എൻഗേജ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, അതിന് അതിന് ക്ലിക്ക് ചെയ്യുക, അത് സേവ് ചെയ്യുക, അതിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അനിയമാണ് എന്ത് രീതിയിൽ ഒരാള് ഒരു ക്യാമ്പയിനെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എൻഗേജ്മെന്റ് ആയി. അത് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കമന്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ പോസ്റ്റ് എത്ര പേര് കമന്റ് ഇട്ടു എന്നുള്ളത് കാണാൻ പറ്റും. ഓരോ പോസ്റ്റിനുള്ള കമന്റ്, പോസ്റ്റ് റിയാക്ഷൻ ചെയ്തു, പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം, പോസ്റ്റ് വ്യൂ ചെയ്തിട്ടുള്ളത്, ചെക്ക് എന്ന് പറഞ്ഞ ലൊക്കേഷന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും, എത്ര സമയം വീഡിയോ പ്ലേ ചെയ്തു, 3 സെക്കൻഡ് വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ പ്ലേ 25% കണ്ടിട്ടുണ്ടെങ്കിൽ 50%, 75%, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ആഡിനെ ഒരാൾ എങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു അതിന്റെ ടു സെറ്റ് നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയനാണ് ഈ ആഡ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്.
ഇവിടെ നമുക്ക് ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഫോർമാറ്റ് നമുക്ക് കൊടുക്കാം, റൂൾസ് കൊടുക്കാൻ പറ്റും. റൂൾസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന രീതിയിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇന്ന ക്യാമ്പയിൻ എന്ത് ചെയ്യണം, ബ്രേക്ക് ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇത് ഇവിടെ നമുക്ക് എക്സ്പോർട്ട് എന്ന് കാണാൻ പറ്റും. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സൽ ഷീറ്റ് ആയിട്ടോ ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ടേബിൾ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്തെടുക്കാം. ഇമേജ് കൊടുത്താൽ അത് ഇമേജ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ റിപ്പോർട്ട് കിട്ടും. അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കിത് ഈ റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് നമുക്കിത് അനലൈസ് ചെയ്യണം. അപ്പൊ ഇത് ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തു. അപ്പൊ ഇമേജിൽ നമ്മൾ എങ്ങനെ സ്ക്രീനിൽ വെച്ച് ആ സ്ക്രീനിൽ കൊടുത്ത് അതേപോലെയാണ് ഡൗൺലോഡ് ആവുള്ളൂ. ഈ ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളും കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എക്സൽ ഷീറ്റ് ആയിട്ടോ ഒക്കെ ഇവിടെ ടേബിൾ ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, എക്സൽ ഷീറ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ അതിന് പേര് കൊടുക്കുക. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ക്യാമ്പയിനിൽ മാറ്റങ്ങളും കാര്യങ്ങളും വരുത്താൻ പറ്റും. ഓക്കെ. ഇവിടെ താഴെ കാണാൻ പറ്റും ടോട്ടൽ നമുക്ക് വന്ന എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ടോട്ടൽ കാണാം. അക്കൗണ്ട് ടോട്ടൽ, അക്കൗണ്ട് സെന്റർ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ പെർ അക്കൗണ്ട് സെന്റർ അക്കൗണ്ട് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്, എല്ലാത്തിനും ടോട്ടൽ ഇവിടെ കാണാം. ടോട്ടൽ 985 ലിങ്ക് ക്ലിക്ക് വന്നു. പെർ ആക്ഷൻ, ഒരു ആക്ഷന് നമുക്ക് ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2 രൂപയും 13 പൈസയും വന്നിട്ടുള്ളൂ. ഇവിടെ നമുക്കറിയാം ഇവിടെ ഇവിടെ ഒരു ക്ലിക്കിന് നമുക്ക് ഇവിടെ 14 രൂപ പോയ ഇതേ സ്ഥലത്ത് നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, ഇവിടെ ഒരു ക്ലിക്കിന് 14 രൂപയും 79 പൈസയും വന്ന സ്ഥലത്ത് നമുക്ക് ടോട്ടൽ ആവറേജ് നോക്കുമ്പോൾ 2 രൂപയും 13 പൈസയ്ക്കും വന്നിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ക്യാമ്പയിൻസിലും കാര്യങ്ങളും മാറ്റം വരുത്തി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ പ്രൈസ് ഇങ്ങനെ കുറഞ്ഞ് നമുക്ക് വരാൻ പറ്റും. അത് ചില കേസിൽ കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവറേജ് വരുമ്പോൾ നമുക്ക് ടോട്ടൽ ക്യാമ്പയിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ പൈസക്ക് നമുക്കൊരു ക്ലിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ രൂപത്തിൽ റിപ്പോർട്ട് എടുക്കുന്ന ഏരിയയാണ് ആഡ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓഡിയൻസ്, അടുത്തത് ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഓഡിയൻസിനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓൾറെഡി സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പയിൻസോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓഡിയൻസിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നതും അവരെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ഓഡിയൻസ്, ലുക്ക് ലൈക്ക് ഓഡിയൻസ്, ഇങ്ങനെ രണ്ട് ഓഡിയൻസ് ആണ് വരുന്നത്. സേവ് ചെയ്ത് വെച്ച ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഓഡിയൻസ്. കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങളെ കയ്യിൽ നിങ്ങളെ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ നിങ്ങളെ ഓഡിയൻസിന്റെ ഡാറ്റ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആ ഡാറ്റ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ വെബ്സൈറ്റിന്റെ ഡാറ്റ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് നമ്മുടെ ഈ ആഡ് അക്കൗണ്ട് തമ്മിൽ കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ വന്ന അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറിയ ആളുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു 3 മാസമൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ലാസ്റ്റ് 3 മന്തോ 5 മന്ത് ഒക്കെ. അപ്പൊ ആ സമയത്ത് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയ എല്ലാവർക്കും നമ്മൾ ഈ ആഡ് എന്ത് ചെയ്യും, കാണിച്ചു കൊടുക്കും. പിന്നെ വരുന്നത് കസ്റ്റം ലിസ്റ്റ് ആണ്. കസ്റ്റം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിൽ ഒരു എക്സൽ ഷീറ്റിൽ നിങ്ങളെ ഒരു ഓഫ്ലൈൻ ഇവന്റോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് വന്ന ആളുകളെ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ ടാർഗറ്റഡ് ഓഡിയൻസിന്റെ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 5,000 ഓഡിയൻസിന്റെ കറക്റ്റ് ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിക്ക് ഒന്നിക്കത് അത് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് അത് ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു 5,000 അല്ലെങ്കിൽ 2,000 എത്ര ഓഡിയൻസ് ഉണ്ട്, ആ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ പല സ്ഥാപനങ്ങളും നമ്മളോട് ബില്ലടിക്കുമ്പോൾ നമ്മളെ പേര്, ഡീറ്റെയിൽസ്, ഇമെയിൽ ഐ ഡി ഒക്കെ വാങ്ങിക്കും. ചില ഓൺലൈൻ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് വാങ്ങിക്കും. ഈ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവരുടെ ഡാറ്റാബേസ് ഉണ്ടാവും. പിന്നെ അവർ ചെയ്യുന്ന ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാബേസ് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഈ AGO പോലെ പല രജിസ്റ്റർ ചെയ്ത് നമ്മൾ പല വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആഡ് നമ്മൾ നിരന്തരം എന്ത് ചെയ്യും, നമ്മളെ കാണിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താ, നമ്മൾ അവരുമായിട്ട് എൻഗേജ് ചെയ്തു, നമ്മുടെ ഡാറ്റാബേസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഉം. അപ്പൊ വെബ്സൈറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സൽ ഷീറ്റ് ബേസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത യൂസേഴ്സ്, ആദ്യത്തെ മെമ്പേഴ്സിനെ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. അത് എന്തിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കറിയാം പല ആപ്ലിക്കേഷൻ ചിലത് പെയ്ഡ് ആയിട്ടായിരിക്കും. അപ്പൊ അതിൽ രജിസ്റ്റർ ചെയ്ത ഒരു 10,000 ആൾക്കാരുണ്ടാവും. അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് പെയ്ഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 100 അല്ലെങ്കിൽ ഒരു 1,000 ആളുകൾ ഉണ്ടാവുള്ളൂ.
ബാക്കിയുള്ള ആളുകളെയും കൂടെ പെയ്ഡ് ചെയ്തുകാണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പെയ്ഡ് ചെയ്തുകാണ്ട് അത് യൂസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആഡ്സ് ആയിരിക്കും റൺ ചെയ്യുക. അപ്പൊ ഇത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരെ പിന്നെ അതിന്റെ ഓഫർ കൊടുത്തുകയാണ് ചെയ്യുന്നേക്കാളും ബെറ്റർ നിലവിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് കൊടുത്ത് ആപ്പ് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്പ് ആക്ടിവിറ്റീസ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് കണക്ട് ചെയ്യാൻ പറ്റും. ആ മൊബൈൽ ആപ്പിൽ വരുന്ന യൂസേഴ്സിനെ കംപ്ലീറ്റ് നമുക്ക് ഡാറ്റ എടുക്കാൻ പറ്റും, അവർക്ക് ക്യാമ്പയിൻ കാണിക്കാൻ പറ്റും. ഓഫ്ലൈൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ ഷോപ്പ് ഉണ്ടല്ലോ, ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ആളുകളുടെ ഡാറ്റാബേസ് എടുത്തിട്ട് അവരെ നമുക്ക് കൊടുക്കാൻ പറ്റും, അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. കാറ്റലോഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കാറ്റലോഗ് നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് ഫേസ്ബുക്ക് പേജിന്റെ ഓപ്ഷനിൽ പറഞ്ഞത് നമുക്ക് കാറ്റലോഗ് എന്ന സംഭവം സെറ്റ് ചെയ്യാം. കാറ്റലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് അതിന്റെ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് കാറ്റലോഗ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ കാറ്റലോഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാറ്റലോഗ് കണ്ട ഓഡിയൻസ് അതിനെ എൻഗേജ് ചെയ്ത ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ മെറ്റന്റെ ഭാഗത്തു നിന്ന് നമുക്കുള്ള ഇത് യുവർ സോയ്സ് ആണ്, ഇത് നമ്മുടെ പേഴ്സണൽ സോയ്സ് ആണ്. ഇതല്ലാതെ മെറ്റന്റെ ഭാഗത്തു നിന്ന് നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട്, നമ്മളെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന ഓഡിയൻസ്, ഫോളോ ചെയ്ത ഓഡിയൻസ് ഉണ്ടല്ലോ, അവരെ ഫോളോവേഴ്സിനൊക്കെ ടാർഗറ്റ് ചെയ്ത് ചെയ്യാം. നമ്മളൊരു വീഡിയോ ടാർഗറ്റ് ചെയ്ത് നമ്മൾ ആ വീഡിയോ കണ്ട ആളുകളുണ്ട്. അപ്പൊ ചില വീഡിയോ നമുക്ക് ഭയങ്കര എഫക്റ്റീവ് ആയ വീഡിയോ ഉണ്ടാവും. ഇപ്പൊ 1 ലക്ഷം ആൾക്കാർ, 2 ലക്ഷം, 1 മില്യൺ ഒക്കെ കണ്ട വീഡിയോസ് ഉണ്ടെങ്കിൽ ആ വീഡിയോസിന് ടാർഗറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോസ് കണ്ട ഓഡിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ലീഡ് ഫോം നമുക്ക് ഒരുപാട് ഡാറ്റ ലീഡ് വഴി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാം. ഇവന്റ്, ഏതെങ്കിലും ഇവന്റ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ആ ഇവന്റ് രജിസ്റ്റർ ചെയ്ത ഇവന്റ് ക്യാമ്പയിനിൽ എൻഗേജ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും, അവരെ ബേസ് ചെയ്ത് ചെയ്യാം. ഫേസ്ബുക്ക് പേജ്, നമുക്കൊരു പേജ് ഉണ്ട്, ആ പേജ് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അപ്പൊ ആ പേജിലുള്ള ഫോളോവേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാം. ഇൻസ്റ്റന്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ആനിമേഷൻ ടൈപ്പിലൊക്കെ നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്ന ഒരു ഒരു ഫീൽഡാണ് ഇൻസ്റ്റന്റ് എക്സ്പീരിയൻസ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, അത് അതിൽ ആളുകൾ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇൻസ്റ്റഗ്രാം ഷോപ്പി, അതുപോലെ മെറ്റന്റെ ഷോപ്പി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ഇൻസ്റ്റഗ്രാം ഷോപ്പി ഒന്നും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, യുഎഇയിലാണ് അത് അവൈലബിൾ ഉള്ളത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അത് ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. യുഎഇ ബേസ് ചെയ്തുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റിന്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ല കേട്ടോ. അപ്പൊ അതിൽ എൻഗേജ് ചെയ്ത ആളുകൾ ടാർഗറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് ലിസ്റ്റിംഗ്, ഫേസ്ബുക്ക് ലിസ്റ്റിംഗ് നമ്മുടെ ഫേസ്ബുക്കിൽ എന്താ നമ്മൾ സ്ഥാപനം ലിസ്റ്റ് ചെയ്യുക, അതുപോലെ മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുക. ഓഗ്മെന്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ മെറ്റാവേഴ്സ്, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റ് റിയാലിറ്റി എന്ന് നമുക്ക് മെറ്റന്റെ കുറെ മെറ്റാ ഗ്ലാസ്, അതുപോലെ തന്നെ എന്താ മെറ്റന്റെ 3D ഗ്ലാസ്, ഇങ്ങനെ കുറച്ച് ഡിവൈസുകൾ ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തൊക്കെ വിർച്വൽ റിയാലിറ്റിയും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് സെറ്റ് ചെയ്ത ആളുകളൊക്കെ ആണെങ്കിൽ അതിന്റെ ഓഡിയൻസ്, അതിനായിട്ട് എൻഗേജ് ചെയ്ത ഓഡിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിന്റെ ഒരു സെറ്റാണ് ഉള്ളത്. അപ്പൊ ഇത് നമുക്ക് ഏതാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് പോയി സെറ്റ് ചെയ്യുക, അത് നമുക്ക് സെപ്പറേറ്റ് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നിലവിലുള്ള ഓഡിയൻസിനെ, ഏതൊക്കെ സേവ് ചെയ്ത ഓഡിയൻസ്, ആ ഓഡിയൻസിന്റെ അവൈലബിലിറ്റി, അതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിപ്പോ മെഡീഷർ എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഓഡിയൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ അവരുടെ ലൊക്കേഷൻ കാണാം, ഏജ്, ഏത് ടൈപ്പ് ഓഫ് ഇതിനോട് മാച്ച് ചെയ്ത പ്യൂപ്പിൾസ് ആണ്. അപ്പൊ ഇവർ ആരൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് ആഡ് അക്കൗണ്ട് സെറ്റിംഗ്സ് ആണ്. നമ്മൾ ഓരോ ബിസിനസ് അക്കൗണ്ടിനുള്ളിലും മൾട്ടിപ്പിൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ആഡ് അക്കൗണ്ടിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആഡ് അക്കൗണ്ടിൽ ഓരോ ആഡ് അക്കൗണ്ടിന്റെ സെറ്റിംഗ്സ് ആണ്. ആ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്, ഇതിപ്പോ ഞാൻ സെലക്ട് ചെയ്ത ഒരു ആഡ് അക്കൗണ്ട് ആണ്. ഇവിടെ നമുക്ക് ഓഡിയൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്ന ടൈപ്പ് ഓഡിയൻസിനെ ഈ ആഡ് അക്കൗണ്ടിൽ റൺ ചെയ്താൽ മതി, ഇതിന്റെ കൺട്രോൾ സെറ്റ് ചെയ്യാം, അതുപോലെ പ്ലേസ്മെന്റ് കൺട്രോൾ ചെയ്യാം, അതുപോലെ ഇതിന്റെ പേയ്മെന്റ് കാര്യങ്ങൾ അത് നമ്മളിപ്പോൾ ആക്റ്റീവ് ആണ്. ഇവിടെ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാനും ഈ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് ഓഫ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ അതിന്റെ സെറ്റിങ്സ് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്, ഇതിന്റെ അക്കൗണ്ട് സെറ്റപ്പ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ കൂടുതൽ ആഡ് അക്കൗണ്ട് റൂൾസിന്റെ സെറ്റിങ്സ് പോകണമെങ്കിൽ നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. അഡ്വാൻറ്റേജ് ഷോപ്പിംഗ്, അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളെ പുതിയൊരു അപ്ഡേഷൻ ആണ്. അത് നമുക്ക് ക്യാമ്പയിൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്.
അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാനുള്ളതാണ് കണക്ട് യുവർ ഷോപ്പ് ട്രാക്ക് മെറ്റ പർച്ചേസ്. ഇപ്പൊ നമുക്കൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ ഈ പേജിനായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന ഡാറ്റ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ട്രാക്ക് ചെയ്യാനും അവരൊക്കെ ടാർഗറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ നമ്മൾ ആഡ് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്ത പേജസ് ആണ്. അപ്പൊ ഏതെങ്കിലും പേജസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കും യു ഹാവ് ആക്സസ് ടു അതർ പേജ്. രണ്ട് പേജാണ് ഇതിൽ, ഷാ ഡിജിറ്റൽ എന്നുള്ളൊരു പേജും പിന്നെ അതർ പേജും ആണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. പേയ്മെന്റ് സെറ്റിംഗ്സ്. പേയ്മെന്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ആഡ് അക്കൗണ്ടിൽ നമ്മൾ ഫണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫണ്ട് ഇടാനുള്ള പ്രീപെയ്ഡ് ബാലൻസ്, ഇത് പ്രീപെയ്ഡ് അക്കൗണ്ട് പോസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ആഡ് അക്കൗണ്ടിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഫണ്ട് ഇടാൻ പറ്റും. ഇൻവെസ്റ്റ് അല്ല, സോറി കേട്ടോ. അപ്പൊ ഫണ്ട് ഇടുന്ന ഇത് പ്രീപെയ്ഡ് അക്കൗണ്ട് ആണ്. പ്രീപെയ്ഡ് അക്കൗണ്ട് ആകുമ്പോൾ ഗൂഗിൾ പേ വഴിക്ക് നമുക്ക് പേയ്മെന്റ് അങ്ങനെ ഇടാം. നമ്മൾ ഇട്ട് പേയ്മെന്റ് ഇട്ടതിന് ശേഷം ക്യാമ്പയിൻ റൺ ചെയ്യുക എന്നുള്ളതാണ്. പോസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ഇടുന്ന എമൗണ്ട് ഇടുന്നതല്ല, നമ്മൾ ക്രെഡിറ്റ് കാർഡിനായിട്ടോ ഡെബിറ്റ് കാർഡിനായിട്ടോ നമ്മൾ ക്രെഡിറ്റ് കാർഡിനായിട്ടൊക്കെ സിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാമ്പയിൻ റൺ ചെയ്യും. റൺ ചെയ്തിട്ട് ഒരു എമൗണ്ട് എത്തും. അപ്പൊ നമുക്കൊരു ആഡിന്റെ ഫണ്ടിന് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു 5000 2000 ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, ആ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്ന സിസ്റ്റമാണ്. അതിനാണ് പോസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് എന്ന് പറയാം. പ്രീപെയ്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പേയ്മെന്റ് ഇട്ടിട്ട് അതിന് ക്യാമ്പയിൻ ചെയ്യാം. ഇതിപ്പോ ഇതിൽ വരുന്ന ബാലൻസ് എമൗണ്ട് ആണ്. ഇത് നമ്മൾ അതിനായിട്ട് കണക്ട് ചെയ്ത വിസ കാർഡാണ്. ഇത് നമുക്ക് അതിന് നമ്മുടെ എമൗണ്ടിൽ നിന്ന് ഓരോ പ്രാവശ്യം പ്രീപെയ്ഡ് ബാലൻസ് അവർ പിടിക്കുന്ന അതിന്റെ ആക്ടിവിറ്റീസ് എമൗണ്ട് പോകുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് നമ്മളെ അതിന്റെ ബിസിനസ് അക്കൗണ്ടിന്റെ ആഡ് അക്കൗണ്ടിന്റെ നെയിം അഡ്രസ്സ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പൊ ഇത് പേയ്മെന്റിന്റെ സെക്ഷൻ ആണ്. ഇവിടെ നമുക്ക് പേയ്മെന്റിന്റെ ലാസ്റ്റ് റെസിപ്റ്റ് ഇതുവരെയുള്ള പേയ്മെന്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനും. അതിന്റെ ടാക്സ് GST ഇൻക്ലൂഡ് ബില്ലായിരിക്കും. അപ്പൊ ഇത് ടാക്സിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഒക്കെ കിട്ടും. അപ്പൊ അതിന്റെ ടാക്സ് ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പേയ്മെന്റിന്റെ മെത്തേഡ്, ഏത് പേയ്മെന്റ് മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാർഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അഡീഷണൽ നമുക്ക് GPay, ഫോൺപേ, Paytm അത് രൂപത്തിലൊക്കെ നമുക്ക് പേയ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ആഡ് ചെയ്യുന്ന ഓപ്ഷനാണ് പേയ്മെന്റ് ആക്ടിവിറ്റീസ്. ഇവിടെ നമുക്ക് ഓരോ പ്രാവശ്യം നമ്മൾ പേയ്മെന്റ് ചെയ്ത ഡീറ്റെയിൽസ് ആണ്, പ്രീപെയ്ഡ് ബാലൻസ്, പെയ്ഡ് അതിന്റെ ബില്ലും കാര്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാറ്റ് ഇൻവോയ്സ് ഡീറ്റെയിൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് ഓൾ ടൂൾസ് എന്നുള്ളതാണ്. ഓൾ ടൂൾസിൽ പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ആഡ് മാനേജർ, ബിസിനസ് സെറ്റിംഗ്സ്, ഇവന്റ് മാനേജർ, കൊമേഴ്സ് മാനേജർ, അതായത് ഇ കൊമേഴ്സിന്റെ മാനേജ് ചെയ്യാനുള്ള സംഭവമാണ്. നമ്മൾ കണക്ട് ചെയ്ത് ചെയ്യണം. ആഡ് അക്കൗണ്ട് സെറ്റിംഗ്സ്, ബിസിനസ് സപ്പോർട്ട്, ഇത്രയും അഡീഷണൽ കുറെ സെറ്റിംഗ്സും കാര്യങ്ങളും ആണ്. ഇത് ഷോർട്ട് കട്ടാണ്. നമ്മൾ ഇവിടെ ഉള്ള സംഭവം തന്നെ ഇവിടെ അഡീഷണൽ ഒന്നുകൂടെ കാണിക്കാന്നുള്ളൂ. പിന്നെ ഇതില് മാനേജ് ബിസിനസ്സിൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ അങ്ങനെ വൺ ബൈ പറഞ്ഞു തരാം. ഉം. ഇതെന്തായാലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പോ ആപ്പാണ്. ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ ആപ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഓഡിയൻസിന്റെ കേസിൽ പറഞ്ഞു. ഇതേ സംഭവം നമുക്ക് ഇവിടെ മൊബൈൽ ആപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഇതിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ എന്താ ഫേസ്ബുക്കിനായിട്ടും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷന്, വെബ്സൈറ്റ് ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് കോഡും കാര്യങ്ങളൊക്കെ കിട്ടും. ആ കോഡും കാര്യങ്ങളും നമ്മളെ വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷന്റെ കോഡിൽ കൊണ്ടുപോയി ഇട്ടിട്ട് നമ്മൾ ഇതിനായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വെബ്സൈറ്റ് ആണെങ്കിലും ഒരു പിക്സൽ കോഡ് കിട്ടും. ആ പിക്സൽ കോഡ് കൊണ്ടുപോയി നമ്മുടെ വെബ്സൈറ്റിന്റെ അഡ്രസ് സെക്ഷനും അതുപോലെ തന്നെ ബോഡി സെക്ഷനിലും നമ്മൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ വെബ്സൈറ്റിനായിട്ട് ഇത് കണക്ട് ചെയ്യും. അങ്ങനെ ഓരോ എന്താ നമുക്ക് ഓരോ കാറ്റഗറി ബേസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഷോപ്പിഫൈ, വൂകൊമേഴ്സ് പോലെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം അങ്ങനത്തെ അത് ആ രൂപത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒക്കെ ബേസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന CRM ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഉം. പിന്നെ ബ്രാൻഡ് സേഫ്റ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഇതിന്റെ ഓവറോൾ നമ്മുടെ അക്കൗണ്ടിന്റെ സേഫ്റ്റി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാനും അതുപോലെ ചില കാറ്റഗറി നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക. ചില ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട, ടോക്സിക് കണ്ടന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനും ഒരു എന്താ സേഫ്റ്റി സ്യൂട്ടബിലിറ്റി സെക്ഷൻ ആണ്.
അടുത്ത ബിസിനസ് സെറ്റിങ്സ്. ഇതിൽ നമുക്ക് നമ്മുടെ ബിസിനസ് അക്കൗണ്ടിന്റെ സെറ്റിങ്സും കാര്യങ്ങളും ഇവിടെ നമുക്ക് നമ്മളെ അക്കൗണ്ട് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഈ ബിസിനസ് അക്കൗണ്ടോ നിങ്ങൾക്ക് എത്ര സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇൻവൈറ്റ് പീപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഇതിന് ആക്സസ് കൊടുത്താൽ ഈ അക്കൗണ്ട് അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അവരെ മെറ്റന്റെ ആഡ് മാനേജറിന്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവർക്കും ഈ ആഡ് അക്കൗണ്ട് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാനേജ് ചെയ്യാനും യൂസ് ചെയ്യാനും അടിമിനാക്കി കൊടുക്കാനൊക്കെ നമുക്ക് ഇത് പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പാർട്ട്നേഴ്സ് ഷെയർ അസറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരതിലേക്ക് ആഡ് ചെയ്യാനും അവർക്ക് ഇതിന്റെ അഡ്മിൻ ആക്സസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഡ് അക്കൗണ്ടിന്റെ ആക്സസ്, അതുപോലെ തന്നെ ബിസിനസ് അക്കൗണ്ടിന്റെ ആക്സസ് ഏതാണോ നമുക്ക് കൊടുക്കുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഉം. അതുപോലെ തന്നെ സിസ്റ്റം യൂസേഴ്സ്. ഇപ്പോൾ നമുക്ക് നിലവിൽ നമ്മുടെ ആഡ് അക്കൗണ്ടിൽ എത്ര യൂസേഴ്സ് ഉണ്ട്, ആ യൂസേഴ്സിനെ എന്തൊക്കെ അസൈൻ ചെയ്യണം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ ഉണ്ടാവുക. പിന്നെ വരുന്നത് അക്കൗണ്ട്സ് പേജ്. നമ്മൾ അക്കൗണ്ടിൽ വരുന്ന ഒന്ന് നമ്മുടെ പേജാണ്. ഇതിൽ വരുന്ന രണ്ട് പേജാണ് ഇപ്പൊ ഇതിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പേജ് അല്ലാത്ത പേജ് വെച്ചിട്ട് എന്താ ചെയ്യാം, ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അപ്പൊ ഈ ഒരു പേജിന് ആർക്കൊക്കെ ആക്സസ് ഉണ്ട് എന്നുള്ള ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഏത് പേജ് എടുത്താലും ആ പേജിന് ആർക്കൊക്കെ ആക്സസ് കൊടുക്കാം എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ അസൈൻ പീപ്പിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആളവിടെ പേര് സെർച്ച് ചെയ്തെടുക്കുക, എടുത്തിട്ട് നമ്മൾ സാധാരണ ഒരു പേജിൽ അഡ്മിൻ കൊടുക്കുന്ന രൂപത്തിലല്ല, ഇവിടെ ആകുമ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോ ഏരിയകൾ കണ്ടന്റ് നമുക്ക് അവർക്കുള്ള പെർമിഷൻ കൊടുക്കുക, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, മെസ്സേജും കാൾസ്, ആഡ്സ് മാനേജ് ചെയ്യാൻ, ഇൻസൈറ്റ് വ്യൂ ചെയ്യാൻ, ലീഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ പാർഷ്യൽ ആക്സസ്, ഫുൾ ആക്സസ് ഇല്ലാത്ത ആക്സസ് ആണ്. അതുപോലെ ഫുൾ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യും, ആക്സസ് കിട്ടും. അഡീഷണൽ ലീഡ്സ് ആണെങ്കിൽ അതും കിട്ടും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ആക്സസ് കൊടുക്കണം അവരോട് സെലക്ട് ചെയ്യുക. ഇവിടെ ആക്സസ് കൊടുത്തു കഴിഞ്ഞ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഫേസ്ബുക്ക് പേജിന് കംപ്ലീറ്റ് ആക്സസ് കിട്ടും. അത് വെച്ച് ക്യാമ്പയിൻ ചെയ്യാനും അതിന്റെ പേയ്മെന്റ് നോക്കാനും അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസും കാര്യങ്ങളും കൊടുക്കാന്നുള്ളതാണ്. അത് പേജിന്റെ കേസിൽ. അതേപോലെ തന്നെ ആഡ് അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആഡ് അക്കൗണ്ട് ഒക്കെ നമ്മൾ കമ്പനിന്റെ കേസിൽ അക്കൗണ്ടിങ് സെക്ഷനിൽ നമുക്ക് ആഡ് അക്കൗണ്ട് കൊടുക്കേണ്ടി വരും. എന്നാലാണ് നമുക്ക് ആ, ഈ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ അക്കൗണ്ടിങ് സെക്ഷനൊക്കെ അവരെ സംബന്ധിച്ച് അവർക്ക് പേയ്മെന്റ് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അവരൊക്കെ ആക്സസ് കൊടുക്കാം. അതേ രൂപത്തിൽ തന്നെ ഓരോ വ്യക്തികൾക്ക് ഇപ്പോ നമുക്ക് ഫിനാൻസ് അതല്ലാതെ പിന്നെ അഡ്വർടൈസ്മെന്റ് ഇപ്പൊ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നമ്മളെ പേജിന്റെ ആക്സസ് കൊടുത്താൽ മതി. അഡ്വർടൈസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ആഡ് അക്കൗണ്ടിന്റെ ആക്സസ് കൊടുക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്നിന്റെ ആക്സസ് ആണ്. ഇവിടെ പിന്നെ ബിസിനസ് അസറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. ബിസിനസ് അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ വെബ്സൈറ്റിനോ ബിസിനസ്സിനോ ബേസ് ചെയ്ത് നമുക്ക് അഡീഷണൽ ഉള്ള നമ്മളെ ഈ പിക്സൽ മൊബൈൽ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്നത്, വെബ്സൈറ്റ് കണക്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അത് കണക്ട് ചെയ്യാനും അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏരിയയാണ് ബിസിനസ് അസറ്റ് എന്ന് പറയുന്നത്. ആപ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മളെ ആപ്പിന്റെ പേര് ആ ആപ്പ് ഇവിടെ കണക്ട് ചെയ്യുക, അതിന് ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്ന ഓപ്ഷനാണ്. പിന്നെ ഒന്ന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പേജിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഈ ആഡ് അക്കൗണ്ടിനായിട്ട് കണക്ട് ചെയ്യാം. പേജ് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തു, അതിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ കണക്ട് ചെയ്യുക, അതിന് ആർക്കൊക്കെ പെർമിഷൻ കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. കൊമേഴ്സ് അക്കൗണ്ട് കൊമേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇ കൊമേഴ്സ് പ്രൊഡക്റ്റും അത് ബേസ് ചെയ്തുള്ള പേജും കാര്യങ്ങളും അക്കൗണ്ട് നമുക്ക് ഉണ്ടെങ്കിലാണ് അവിടെ വരുള്ളൂ. അപ്പൊ അതിന്റെ അക്കൗണ്ടിലുള്ള പെർമിഷനും കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ, വാട്സപ്പ് കണക്ട് ചെയ്യാൻ. ആഡ് അക്കൗണ്ടിന് വാട്സപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആഡ് അക്കൗണ്ടിൽ ചെയ്യുന്ന ക്യാമ്പയിൻസിലൊക്കെ പിന്നെ ഈ കണക്ട് ചെയ്ത വാട്സപ്പ് ആയിരിക്കും എന്ത് ചെയ്യാ കാണിക്കട്ടോ. അപ്പൊ നമുക്ക് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്യാമ്പയിനും സെപ്പറേറ്റ് നമ്മുടെ ഓപ്ഷൻസ് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ. പിന്നെ വരുന്നത് ഡാറ്റ സോഴ്സ് എന്ന് പറയുന്ന സംഭവമാണ്. ഇവിടെ ഡാറ്റ സോഴ്സസ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഞാൻ ഓഡിയൻസിന് എടുത്തപ്പോൾ പറഞ്ഞു, നമ്മുടെ യുവർ സോഴ്സും
മെത്തന്റെ സോഴ്സ് ആണ്. രണ്ട് കാറ്റഗറി ഓഫ് സോഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കാറ്റലോഗ് ആണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ഓരോ പേജിൽ നമുക്ക് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ അത് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനും അതിന് നമുക്ക് റിക്വസ്റ്റ് ആക്സസ് ടു കാറ്റലോഗ്, നിലവിൽ നമ്മളെ പേജിൽ എന്തെങ്കിലും കാറ്റലോഗ് ഉണ്ടെങ്കിൽ അതിനുള്ള റിക്വസ്റ്റ് കൊടുക്കാനേ. അപ്പൊ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലോഗ് കൂടെ കണക്ട് ആവും. അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തെ പിന്നെ പിക്സൽസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വെബ്സൈറ്റിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു കോഡ് കിട്ടും. ഈ കോഡ് നമ്മൾ വെബ്സൈറ്റ് പോയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ അതിനുള്ള ഓപ്ഷനാണ് എന്ത്, പിക്സൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇത് ഞാൻ ഇതിനുമായി കണക്ട് ചെയ്താണ് കേട്ടോ, ഇതിൽ അതുകൊണ്ടാണ് ഇത് കുറെ ആൾക്കാർ പോയല്ലോ. പോയോ. ഇതാകെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ള സംഭവമാണ്. ഇതിനൊന്നായിട്ട് പറയുമ്പോഴേ ഒന്നും മനസ്സിലാത്ത രൂപത്തിലാണ് പോകുന്നത്. അങ്ങനെ പ്രശ്നമുണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ, കാണിച്ചു തരാൻ തുടങ്ങിയിട്ടില്ല. കാണിച്ചു തന്നു കഴിഞ്ഞാല് അതിനു മുമ്പ് ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് ഇപ്പൊ. ഇതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അല്ല, ആഡ് ഒന്നായിട്ട് എല്ലാം കൂടി പറയുമ്പോഴാണ് പിന്നെ എല്ലാവർക്കും ആദ്യം നമ്മളൊന്നും ഇല്ലാത്ത രൂപത്തിൽ പോവാണ്. പിന്നെ എങ്ങനെയാണ് പറയേണ്ടത്, ഓരോ ഏരിയ മാത്രം പറഞ്ഞു മാത്രം മതിയോ? എനിക്ക് തോന്നുന്നു എല്ലാവരും പോയത് അതുകൊണ്ടാണെന്ന് സംശയമുണ്ട്. ആ കാരണം അത് ആർക്കും ഒന്നും മനസ്സിലാത്ത രൂപത്തിൽ പോയപ്പോഴേ. ആ. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, നമ്മള് ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ബിസിനസ് ഫേസ്ബുക്കിന്റെ വേറൊരു സംഭവമാണ് അതിന്റെ ബാക്ക് എൻഡിലുള്ള. ഇതൊരു ഡെമോ വെച്ച് കാണിക്കാൻ കഴിയില്ല. ആ ഡെമോ വെച്ച് കാണിച്ചു തരും. ഞാൻ ആദ്യം ഇത് എന്താണെന്ന് സൂചിപ്പിച്ചതിന് ശേഷം പിന്നെ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങും. അപ്പൊ അതിന് മുമ്പ് ഇതെന്താണ് ഇവിടെ ഇതിന്റെ സെറ്റിംഗ്സിൽ ഓപ്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാ ഉള്ളത് എന്നൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് എന്ത് ചെയ്ത് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. വേറെ ഒന്നുമല്ല. ഇത് ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകണല്ലോ ഉള്ളൂ. ഇതിൽ വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാ, ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ടൂൾസിലും സെറ്റിംഗ്സിലും ഇന്ന ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയാലോ. ഇതിപ്പോ ഞാനും പിന്നെ ജലീലും മാത്രമേ ഉള്ളൂ. മറ്റേ അൻവറൊക്കെ പോയോ? അൻവറൊക്കെ പോയിരുന്നത്. പിന്നെ ആരുണ്ടായിരുന്നു? പിന്നെ അനീസ് എന്ന് പറഞ്ഞാണ്ടായിരുന്നു, അവരും കാണാനില്ല. ഇല്ല, ജലീൽ ഭായ് ഉണ്ടോ അവിടെ? അതോ പോയോ? ആ ജലീൽ ഭായ് വളണ്ട് കണ്ടോണ്ടൊക്കെയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇനി കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഒരു സംഭവം ഇപ്പൊ മനസ്സിലായാൽ മതി. ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ക്രിയേറ്റ് ഉണ്ടാവുക, അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ ആഡ് അക്കൗണ്ടിലാണ് ക്യാമ്പയിൻസ് ചെയ്യുക. ഒരു ക്യാമ്പയിന്റെ ഉള്ളിൽ ഒരു ആഡ് സെറ്റ് ഉണ്ടാവും. ഒരു ക്യാമ്പയിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ആഡ് സെറ്റ് ഉണ്ടാക്കുക, ഒരു ആഡ് സെറ്റിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ആഡ് ഉണ്ടാക്കാം. ഈ ആഡ് സ്പോൺസേഡ് എന്നുള്ള കാണുന്നതല്ലേ? അതെ, ആഡ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് ചെയ്തിട്ട് നമ്മൾ സ്പോൺസേഡ് ക്യാമ്പയിൻ ചെയ്യൂലേ, ആ, അതെ. അത് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ അതിന്റെ ടൂൾസ്, ഓപ്ഷൻസും സെറ്റിങ്സും കാര്യങ്ങളുമാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. ഓരോന്ന് പോയി കഴിഞ്ഞാൽ ഓരോ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺവേർഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവിടെ വരും. ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവിടെ വരും. അപ്പൊ അതിന് മുമ്പ് ഇതിൽ ഇന്ന സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് എന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ഡാറ്റ നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം, അതിന്റെ സോഴ്സുകളാണ് ഇവന്റ്, അതുപോലെ കാറ്റലോഗ്, പിക്സല്, മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ വെബ്സൈറ്റ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ അത് ഇവിടെ സേവ് ചെയ്ത ഫോൾഡർ കാര്യങ്ങൾ അങ്ങനെയാണ് അതിൽ വരുന്നത്. ബ്രാൻഡ് സേഫ്റ്റി ഇവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന് ഡൊമൈന് കണക്ട് ചെയ്യുന്നതാണ്. നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈഡ് എന്ന് കാണും. ആഡ് കൊടുക്കുക, വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഡ് ഇട്ടു. ആ കോഡ് നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണക്ട് ആവുള്ളൂ. ബ്ലോക്ക് ലിസ്റ്റ്, നമുക്ക് വേണ്ടാത്ത കാറ്റഗറി എന്ത് ചെയ്യാം, നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഡൊമൈന് കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് രജിസ്ട്രേഷൻ, പുതിയ പേജസ്, ന്യൂസ് പേജസ് കാര്യങ്ങൾ, നമുക്ക് ഏതൊക്കെ പേജസ് വേണോ അത് സെലക്ട് ചെയ്യാൻ. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇന്റഗ്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളതാണ്. ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ് ഞാൻ നേരത്തെ അതും പറഞ്ഞിട്ടുണ്ട്. ഈ ചാരിറ്റിന്റെ ഇതിലൊക്കെ ഇങ്ങനെ കുറെ ആഡ് കാണാം, അങ്ങനെ ഫണ്ട് സ്വരൂപിക്കാനേ. ചാരിറ്റി ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു മേഖല. ഞാൻ നിങ്ങൾക്ക് ആഡ് ലൈബ്രറി എന്ന സംഭവം കാണിച്ചതില്ലേനാ, ആഡ് ലൈബ്രറി.
പകർത്താൻ നോക്കിയാൽ ചാരിറ്റിന്റെ പേരിൽ മില്യൺ കോടിക്കണക്കിന് ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ചാരിറ്റിന്റെ പ്രൊമോഷൻ ചെയ്ത് ഫണ്ട് ഉണ്ടാക്കുന്നത്. കാരണം ആൾക്കാർ വെറുതെ കൊടുക്കല്ലേ, ഇവർ മുടക്കില്ലല്ലോ. ആൾക്കാരെടുത്ത ഈ ഗസന്റെ ഈ വാറ് നടക്കുമ്പോഴൊക്കെ ഈ ഗാസന്റെ വാറൊന്നല്ല, എപ്പോഴും ഓരോ ഏരിയയിലും ഓരോ പേരിൽ എന്ത് ചെയ്യും, ചാരിറ്റി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ UN പോലത്തെ ഓതറൈസ്ഡ് ഫൗണ്ടേഷൻസ് ഉണ്ടാവും, അവര് ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ ഫേക്ക് ആയിട്ട് ചെയ്യേണ്ട ഒക്കെ ഉണ്ടാവും ഇതില്. അത് നോക്കി കൊടുക്കാന്നുള്ള പൈലുള്ളൂ കൊടുക്കേണ്ടവർക്ക്. ഇതൊക്കെ ഇതുപോലെ പെയ്ഡ് ക്യാമ്പയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ 2022 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെയ്ഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ ക്യാമ്പയിൻ ചെയ്തത് ഒന്നാമത് വരുന്നത് ഇഷ ഫൗണ്ടേഷൻ അറിയും. ഇഷ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ സദ്ഗുരു ആയിട്ടുണ്ടാണ്. സദ്ഗുരുവിന്റെ ഓരോ കമ്പനിയാണ് ഇഷ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അവരാണ് 12 കോടി രൂപക്കാണ് 2012 കണക്ക്. 12 കോടി രൂപക്കാണ് ഒരു ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മാത്രം ക്യാമ്പയിൻ ചെയ്തതിന്റെ എമൗണ്ട് ഒരു ചെലവാക്കിയത്. കിട്ടിയതോ? ഓല് ഫേസ്ബുക്കിന് കൊടുത്തത് ഓലെ ക്യാമ്പയിൻസ് തൊട്ടാണ്. അപ്പൊ അതിന്റെ എത്ര മടങ്ങ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ? കിട്ടിണ്ടാവും, കിട്ടാതെ പോലെ ചെയ്യൂലല്ലോ. 12 കോടി രൂപയാണ്. പിന്നെ സെക്കൻഡ് ഉള്ളത് 9 കോടി BJP സർക്കാരിന്റെ UP ആണോ അതോ ഞാൻ നോക്കി വെച്ചിരുന്നു. അവിടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത് ഫണ്ട് ചെലവാക്കിയിട്ടുള്ളത് BJP സർക്കാരിന്റെ. പിന്നെ രാഷ്ട്രീയ പാർട്ടിയാണ്, അതേപോലെ പല പാർട്ടിക്കാരതും ഉണ്ട്. പിന്നെ കമ്പനീസ് കേരളത്തിൽ ഇപ്പൊ ഏത് കമ്പനി ഉണ്ടായിരുന്നത്, ഇത് നമുക്ക് ഡീറ്റെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആകെ അന്തപ്പെടും. ഇഷ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ സദ്ഗുരു ആളുകളെ ഒരു ഇതാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യപ്പെട്ട ഒരാളാണല്ലോ. അവര് 12 കോടി ഫേസ്ബുക്കിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം ക്യാമ്പയിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അതിലൂടെ റിട്ടേൺ കിട്ടിയ എമൗണ്ട് എത്രയായിരിക്കും? ഓരോ വർഷം ഇതുപോലെ കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ കോടികൾ വെച്ചിട്ട് അവർ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന അവിടെ ഓഡിയൻസ് ആണ്. അവർ സദ്ഗുരുവിന്റെ ഓഡിയൻസ് ആയിട്ട് കുറെ ആളുകൾ വരും. അതിലൂടെ അവരെ ഒരുപാട് ബിസിനസ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി, മെഡിറ്റേഷൻ, അങ്ങനെ കുറെ സംഭവ ബിസിനസ് ബാക്ക് എൻഡിലുണ്ട്. ആ ബിസിനസ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ആൾക്കാർ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഓലെ സംബന്ധിച്ച് അവിടെ ഇതിന്റെ 10 ഇരട്ടി ചിലപ്പോൾ പ്രോഫിറ്റ് ടൈം ഉണ്ടാക്കാൻ പറ്റും. അപ്പോ ആ രീതിയിലുള്ള എല്ലാ പെയ്ഡ് സ്പോൺസേർഡ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന എല്ലാ ക്യാമ്പയിൻസും എന്താണ് ഈ രൂപത്തില് പ്രൊമോഷൻ ചെയ്യുന്നതാണ്. അതിന്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഈ ബിസിനസ് മെറ്റ ആഡ് മാനേജറാണ്. അൻവർക്ക് ഇതിനിടയിൽ ഒന്ന് പോയോ? ഹലോ, നെറ്റ് ചെറിയ പ്രോബ്ലം ആയി. ശരി, ഓക്കെ. ഇത് ഞാനേ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നുള്ളൂ കേട്ടോ, കൺഫ്യൂഷൻ ഒന്നും കൂടുതൽ വേണ്ട. നമ്മൾ പിന്നെ ഓരോ സെക്ഷൻ ബേസ് ചെയ്ത് നമ്മളിങ്ങനെ പ്രാക്ടിക്കൽ ചെയ്യും. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാവും. പിന്നെ ഇവിടെ സെക്യൂരിറ്റി സെന്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിന് നമ്മൾ 2 authentication പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതായത് നമ്മുടെ ആഡ് അക്കൗണ്ട് പെട്ടെന്ന് ഹാക്ക് ചെയ്ത് പോവാതിരിക്കാൻ. ഇപ്പൊ നമ്മളെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരാൾ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ആഡ് അക്കൗണ്ട് അയാൾക്ക് കിട്ടും. നമ്മളെ ആഡ് അക്കൗണ്ടിൽ ക്യാഷ് ഉള്ള ആൾക്കാണെങ്കിൽ ഇപ്പൊ ഒരു കമ്പനീന്റെ കേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 20,000, 30,000, 50,000 ഇതിൽ ഇട്ടുണ്ടാവും. അപ്പൊ ഈ ക്യാഷിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർക്ക് കയറിക്കാണ്ട് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ സൈബർ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ക്ലയന്റ് ഒരു ഡെന്റൽ ക്ലിനിക്കാണ്, UAE ബേസ് ചെയ്തുള്ള ഒരു ക്ലിനിക്കാണ്. അപ്പൊ അതിന് ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ അഡ്മിന്മാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിൽ ഏകദേശം ഒരു 24,000 സംതിങ് എന്തോ എമൗണ്ട് ഉണ്ടായിരുന്നു. വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പിറ്റേ ദിവസം വന്ന് നോക്കിയ സമയത്ത് അതിൽ ഒരു ഫണ്ട് ഏകദേശം ഒരു 5,000 3,000 ഒക്കെ ബാലൻസ് ഉള്ളൂ. ബാക്കിയുള്ള ഫണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അത് നോക്കിയ സമയത്ത് എന്താ സംഭവിച്ചു, ഫണ്ട് കൊടുക്കാൻ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവരെ ക്യാമ്പയിൻ നോക്കിയപ്പോൾ ക്യാമ്പയിനിൽ ഒരുപാട് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ പുതിയ ക്യാമ്പയിൻസ് ആണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവരെ ബിസിനസ്സുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഈ മറ്റേ ഗെയിംസ് ഉണ്ടല്ലോ, ഈ പൈസ വെച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന കുറെ ഗെയിം ഇതുണ്ടല്ലോ, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, മറ്റേ റമ്മി പോലത്തെ
ഇങ്ങനത്തെ ഏതോ ഒരു ചൈനീസ് ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ക്യാമ്പയിൻസ് ഒരുപാട് റൺ ചെയ്തിട്ട് നല്ല ബഡ്ജറ്റ് ഇട്ടിട്ട് ക്യാമ്പയിൻ റൺ ചെയ്തിട്ട് ഫണ്ട് പോയി കഴിഞ്ഞത്. അപ്പൊ നോക്കിയപ്പോ എന്താ വെച്ചാൽ അത് നമ്മളാരും ചെയ്തതല്ല. അപ്പൊ അതിന്റെ ഓണേഴ്സിനെ വിളിച്ചപ്പോൾ പോലൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അതിലെ ഒരു ഓണറെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു അഡ്മിന്മാർ കുറെ പേരുണ്ട്. അതിൽ ഒരാളെ അക്കൗണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ട്. ആ ആള് പോലും അറിഞ്ഞിട്ടില്ല. അപ്പൊ അയാളെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ നമുക്ക് അറിയാൻ പറ്റി. ആളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോ അയാളെ ഒന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് അയാളെ യൂസറും പാസ്വേഡും കാര്യമൊക്കെ മാറ്റി റിമൂവ് ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഇതിൽ ഭയങ്കര ഉണ്ടാവും. കാരണം ഫണ്ടുള്ള ആഡ് അക്കൗണ്ട് എന്ത് ചെയ്യും, ഈ ഹാക്കേഴ്സ് നോക്കി വെക്കും. ആ ഫണ്ടുള്ള ആഡ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു എമൗണ്ട് മുതലാക്കാൻ പറ്റും. കാരണം അവർക്ക് ഒരുപാട് ക്യാമ്പയിൻ ചെയ്യാണ്ടാവും. അപ്പൊ ആ ഒരു ക്യാമ്പയിൻ ചിലപ്പോൾ ഒരു ദിവസം തയ്ച്ചുകൂടി തന്നെ അവർക്ക് ഒരുപാട് ആപ്പ് ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുണ്ടാവും. കാരണം ഓല പൈസ ഒന്നുമല്ല, നാട്ടുകാരെ പൈസ അല്ല. അപ്പൊ ആ രീതിക്ക് ഹാക്കിങ്ങും കാര്യങ്ങളും വരാതെക്കാൻ സെക്യൂർഡ് ആക്കി നമ്മളെ അക്കൗണ്ടിനെ വെക്കാൻ വേണ്ടിയിട്ടാണ് 2 ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ ആഡ് അക്കൗണ്ടിൽ ഓരോ സെഷനിൽ പോകുമ്പോഴും നമുക്ക് ലോഗിൻ ചോദിക്കും. അപ്പൊ നമ്മൾ OTP ആയിട്ട് നമ്മുടെ മൊബൈൽ SMS വന്ന് OTP കൊടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ. വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിന് ക്യാൻസൽ ചെയ്താണ്ട് ഫണ്ട് തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് കിട്ടൂല. ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കലിനെ പറ്റിയാണ് ആലോചിക്കണ്ട. അതിന് നമുക്ക് അപ്പീലൊക്കെ ചെയ്യാം. പോലും തിരിച്ചു കയറുന്നൊക്കെ പറയും. കേരളൊക്കെ കണക്കനാണ്, നമുക്ക് ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ വരുന്നത് നമ്മൾ കൊടുത്ത റിക്വസ്റ്റോ മറ്റേതെങ്കിലും അക്കൗണ്ടിന് റിക്വസ്റ്റ്, ഇൻവിറ്റേഷൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ. ക്യാമ്പയിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് മെയിൽ ആയിട്ട് വേണോ എങ്ങനെ വരേണ്ടത്, അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഓൺ ചെയ്ത് വെക്കാം. പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യണോ ഒക്കെ ഇവിടെ ഓൺ ചെയ്തൊക്കെ ഓഫ് ചെയ്തൊക്കെ അതിനൊക്കെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ അറിയാനാണ്. ബിസിനസിന്റെ ഇൻഫർമേഷൻ, ബിസിനസ് അക്കൗണ്ടിന്റെ ലീഗൽ ആയിട്ടുള്ള കൊടുത്ത ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതിന്റെ ഗൈഡാണ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് നമ്മുടെ ബിസിനസ് സെറ്റിംഗ്സിലുള്ളത്. പിന്നെയുള്ള ബിസിനസ് സപ്പോർട്ടാണ് ഹോംസ്. ഇത് അവരെ ഫേസ്ബുക്ക് നമുക്ക് സപ്പോർട്ടിങ് അതിന്റെ കണ്ടന്റും കാര്യങ്ങളാണ്. ഇവന്റ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറഞ്ഞ കാറ്റലോഗ് കാര്യങ്ങൾ അതൊക്കെ മാനേജ് ചെയ്യും. മീഡിയ ലൈബ്രറി എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കുറെ പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ അവിടെ കയറ്റി വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ലൈബ്രറി എന്ന രൂപത്തിൽ വെക്കുന്നതാണ്. ഷോപ്പ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓരോ പേജിന് അതിന്റെ ലൊക്കേഷൻ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ഇവിടുന്ന് ചെയ്യാതെ നമുക്ക് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ആഡ് അക്കൗണ്ടിന്റെ സെറ്റിംഗ്സ്, ആഡ് ലിമിറ്റ് പെർ പേജ്, ഓരോ പേജിന് ഇത്ര എമൗണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാം. അതിന്റെ ആഡ് മാനേജർ, ഓഡിയൻസ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കണ്ടീഷൻസ് വെക്കാൻ പറ്റും. നമ്മളെ ക്യാമ്പയിനിൽ ഇത്ര എമൗണ്ട് ആയി കഴിഞ്ഞാൽ ഈ ക്യാമ്പയിൻ ഓഫ് ആവണം, ഇത്ര ലൈക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഓഫ് ആവണം, അങ്ങനത്തെ ഓരോ കണ്ടീഷൻസ് വെക്കാനുള്ളത്. ക്യാമ്പയിൻ പ്ലാനർ, നമുക്ക് ക്യാമ്പയിൻ പ്ലാൻ ചെയ്യാനുള്ള ഒരു സെക്ഷൻ ആണത്. ക്യാമ്പയിൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ ക്രിയേറ്റീവ് ഹബ്ബ്, ക്രിയേറ്റീവ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാന് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ക്യാമ്പയിൻ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു പ്ലാന്. അപ്പൊ നമ്മളെ പ്ലാനിന് ഒരു നെയിം കൊടുക്കുക, ഏത് പേജാണ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് കൊടുക്കേണ്ടത്, ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പോലെ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു പ്ലാൻ അനുസരിച്ച് ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ തന്നെ അത് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അതിന്റെ അവിടെ ആവശ്യം വരുന്നില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആവശ്യമുള്ള ഓപ്ഷൻസും ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചിലത് നമുക്ക് ഒരു ആവശ്യമില്ലാത്തതാണ്, ചിലത് നമുക്ക് നല്ല ആവശ്യമുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ ഉണ്ടാവും. പിന്നെ പ്രൊട്ടക്ട് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ അവകാശങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഫേസ്ബുക്കിന് റൈറ്റ്സ് ഉണ്ട്, പോളിസി വൈലേഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരാളെ എന്താ ശരീരം ഒരാളെ അവഹേളിക്കുന്ന രീതിയിലോ സെക്സ്വൽ കണ്ടന്റോ അല്ലെങ്കിൽ എന്താ ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ്, ഒരാളെ ഇപ്പൊ ഒരു കുടവേറുള്ള ഒരാളെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത് അയാൾ എന്ത് ചെയ്യണ ബോഡി ഷെയ്മിങ് ആണ്. അതുപോലെ ഒരാളെ ഏതെങ്കിലും തരത്തിൽ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന സെക്ഷൽ പരമായിട്ടുള്ള കണ്ടന്റോ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും നമുക്ക് പോളിസി വൈലേഷൻ ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കണ്ട് ഇട്ടായിരുന്നു കേട്ടോ, അതൊന്ന് വായിച്ചു നോക്കണം.
അപ്പൊ അതാണ് ഇവരെ ക്രൈറ്റീരിയ. അപ്പൊ അതിന് എതിരായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മളെ ക്യാമ്പയിനിലോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ക്യാമ്പയിന് ഒരു റിജക്റ്റ് ആക്കും. നമ്മളൊരു ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഈ ക്യാമ്പയിന് ഇവര് റിവ്യൂ എന്ന് പറഞ്ഞ സെഷനിലേക്ക് പോവാ. ഒരു 24 മണിക്കൂർ സമയമുണ്ട്. ആ 24 മണിക്കൂർ ഒരു റിവ്യൂ ചെയ്തിട്ട് ചിലപ്പോൾ 200 മണിക്കൂർ വേണ്ടിയല്ല, ചിലപ്പോൾ 5, 6, 4 മണിക്കൂർക്ക് മതിയാവും. റിവ്യൂ കഴിഞ്ഞ് 24 മണിക്കൂർ വരെ ആവാം. അപ്പൊ അത് റിവ്യൂ കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മുടെ ക്യാമ്പയിൻ ആക്റ്റീവ് ആയിട്ട് റൺ ചെയ്യുള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും, ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നിന്ന് ചെക്കിങ് നടക്കും. അപ്പൊ ഈ ചെക്കിങ്ങിൽ നമുക്ക് പാസ് ആയിക്കൂടെ ആക്റ്റീവ് ആവണമെങ്കിൽ ഇവര് പറഞ്ഞ ക്രൈറ്റീരിയ അനുസരിച്ച് കണ്ട് നമ്മൾ ചെയ്യണം. അതിനെതിരായിട്ടുള്ള എന്തെങ്കിലും വയലേഷൻസോ പോളിസി വയലേഷൻസോ ഇറിഗേഷൻസോ കാര്യങ്ങൾ എന്തെങ്കിലും എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും നമ്മുടെ ക്യാമ്പയിൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. പിന്നെ നമ്മൾ റിപ്പോർട്ട് എടുക്കല്, ഓഡിയൻസ് ഇൻസൈറ്റ്, നമുക്ക് നിലവിലുള്ള ഓഡിയൻസിന്റെ ഡീറ്റെയിൽസ് കാണാൻ ക്രിയേറ്റീവ് റിപ്പോർട്ട് എടുക്കാൻ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. എക്സ്പെരിമെന്റ് പറഞ്ഞാൽ നമുക്ക് 2 or 3 ക്യാമ്പയിൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് മൂന്നാമതൊരു ക്യാമ്പയിൻ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യുക. അതായത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഇതിൽ ഏത് ക്യാമ്പയിനിൽ ഏത് ക്രിയേറ്റീവിനാണ്, ഏത് ഓഡിയൻസിന്. അപ്പൊ ഒരേ ക്യാമ്പയിനിൽ നമ്മൾ 2 ടൈപ്പ് ഓഡിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് ഓഡിയൻസിനാണ് ബെറ്റർ റിസൾട്ട് ഉള്ളത്, ഏതിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് വരുന്നത്, എൻഗേജ്മെന്റ് ഏതാ വരുന്നത്, വ്യൂസ് ഏതാ വരുന്നത്, അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഒരുപാട് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനാണ് എക്സ്പെരിമെന്റ്, പരീക്ഷണം നടത്താനുള്ള ഒരു ഓപ്ഷനാണ്. ഇൻസൈറ്റ് കംപ്ലീറ്റ് കാണാനും നമ്മളെ റിപ്പോർട്ടിൽ കാണുന്ന സംഭവം തന്നെയാണ്. ബ്രാൻഡ് കൊളാബ്സ് മാനേജർ നമുക്ക് ചില ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില കമ്പനിയിൽ കൊളാബ് ചെയ്തിട്ട് കൊളാബിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. 2-3 അക്കൗണ്ട് കൊളാബ് ചെയ്താണ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ആക്സസ് കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ട്രാഫിക് അനലൈസിങ് റിപ്പോർട്ട്, നമുക്ക് വെബ്സൈറ്റ് ക്യാമ്പയിൻ ത്രൂ എത്ര ട്രാഫിക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്ന് അനലൈസ് ചെയ്യാൻ. പിന്നെ പേജിന്റെ പോസ്റ്റേഴ്സ്, സൗണ്ട് കളക്ഷൻസ്, നമുക്ക് ക്യാമ്പയിനിക്ക് വേണ്ട സൗണ്ട് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് കുറെ ഉണ്ടാവും. അപ്പൊ ഇതിന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മുടെ മുമ്പ് ഫേസ്ബുക്ക് മെറ്റയിൽ കാണിച്ചതിന്റെ പോലെ. പിന്നെ ഇവിടെ കൊമേഴ്സ് മാനേജർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ബേസ് ചെയ്തുള്ള ക്യാമ്പയിൻ ആണെങ്കിൽ, ഇ കൊമേഴ്സ് ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കൊമേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, അതിനൊരു കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യും. ഓരോ പ്രൊഡക്റ്റ് ബേസ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും. അപ്പൊ നമുക്ക് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലാ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാമ്പയിൻ ചെയ്യാം. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ലിസ്റ്റിക്ക് വരും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് ഈ എന്താ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട്, അതിനാണ് കൊമേഴ്സ് മാനേജിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എന്തുണ്ട് ഇതിലുണ്ട്. അതുപോലെ ബിസിനസ് സെറ്റിംഗ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സെറ്റിംഗ്സും ഓപ്ഷൻസും ഇതിലുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ബിസിനസ് അക്കൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, business.facebook. ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റത്തെ തൊട്ട് രണ്ടാമത് ഇതാണ് എന്ത്, ബിസിനസ് അക്കൗണ്ട് എന്ന് പറയാം. ബിസിനസ് സ്യൂട്ടിലാണ് ഇതിന്റെ ബേസ് വരിക. അതിൽ ആഡ് മാനേജർ, ക്രിയേറ്റ് ബിസിനസ് അക്കൗണ്ട്, ബിസിനസ് സ്യൂട്ട്, ബിസിനസ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ നമ്മൾ കാണിച്ചുന്ന ബിസിനസ് സ്യൂട്ട് ഉണ്ടാവും, അവിടേക്കാണ് പോവുക. ഇതാണ് ഇതിന്റെ ബേസ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ടൂൾസ് പോയി കഴിഞ്ഞാൽ ഇവിടെ ആഡ് മാനേജർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആഡ് മാനേജർ, ഇതാണ് ആഡ് മാനേജർ പറയുന്നത്. അതപ്പോ നമ്മൾ എടുക്കുന്ന ഈ ഒരു സെഷൻ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ആഡ് മാനേജറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കുറച്ച് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളത് പുതിയ അക്കൗണ്ട് ആവും. പുതിയ അക്കൗണ്ട് ആകുമ്പോൾ നമുക്ക് പേയ്മെന്റ് ഇങ്ങനെ കുറെ സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ടി വരും. എന്നാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇവിടെ ക്രിയേറ്റ് ബിസിനസ് അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അടുത്ത അതിന്റെ എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ബിസിനസ് അക്കൗണ്ടിന്റെ സെറ്റിങ്സ്, കാരണം ഓരോ ബിസിനസ് അക്കൗണ്ടിനും സെപ്പറേറ്റ് സെറ്റിങ്സ് ആയിരിക്കും. ഓക്കെ, കിട്ടിയോ? ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടിയോ? ഹലോ, ആരൊക്കെ ഉണ്ട്? 4 പേരുണ്ട്. അൻവർക്ക, ജലീലിക്ക, ഷാവർക്ക. അപ്പൊ ഒരു ബേസിക് ഐഡിയ കിട്ടിയോ? എന്താണ്
ആ കിട്ടി കിട്ടി. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇതിൽ നമ്മൾ ചെയ്യണ ആഡ്സ് ഇൻസ്റ്റയില് കാണിക്കില്ലല്ലോ? ഇതിൽ നമുക്ക് രണ്ട് രീതിയിൽ ആഡ്സ് ചെയ്യാൻ പറ്റും. ഒന്ന്, നിലവിൽ നമ്മളെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്ത വീഡിയോസോ പോസ്റ്റോ സെലക്ട് ചെയ്തിട്ട് ക്യാമ്പയിൻ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി അതിലുള്ള പോസ്റ്റ് തന്നെയാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാമ്പയിന് വരുന്ന റീച്ചും വ്യൂസും എൻഗേജ്മെന്റ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും, നിലവിലുള്ള പോസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ. നിലവിലുള്ള പോസ്റ്റ് സെലക്ട് ചെയ്യാതെ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് എവിടെയും കാണാൻ പറ്റില്ല. അത് നമുക്ക് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്നും കാണാനൊന്നും പറ്റൂല. പക്ഷെ ഫേസ്ബുക്കിന് ഇൻസൈറ്റ് പോയി കഴിഞ്ഞാൽ എത്ര ആൾക്കാർ കണ്ടു, ആ ആഡില് എത്ര ആൾക്കാർ ക്ലിക്ക് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. അങ്ങനല്ല, ഈ ഒരു ആഡ് പോവാന്നാ ഞാൻ ചോദിക്കണേ. നമ്മള് പോസ്റ്റ് ആയിട്ട് കാണല്ല പറഞ്ഞേ. ആ, ആഡ് ഓടും ചെയ്ത് അതിന് റിസൾട്ടും കിട്ടും. പക്ഷെ നമ്മൾ അതന്നെ, അത് രണ്ടിലും കിട്ടുമോ? അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം എവിടൊക്കെ ആഡ് കാണുന്നത്. ഫേസ്ബുക്കില്, ഇൻസ്റ്റഗ്രാമില്, മാർക്കറ്റ് പ്ലേസ്, മെസ്സഞ്ചർ, പ്ലേസ്മെന്റ് എന്ന് അതിന് പറയാം. അങ്ങനെ 24ഓളം പ്ലേസ്മെന്റ് മെറ്റയ്ക്ക് ഉണ്ട്. മെറ്റ എന്ന് പറഞ്ഞ കമ്പനിക്ക് 24 പ്ലേസ്മെന്റ് ആണ്. അതില് ഓക്കെ. ഫേസ്ബുക്കിന്റെ ഫീഡ്, ഇൻസ്റ്റഗ്രാമിന്റെ ഫീഡ്, ഫേസ്ബുക്ക് റീല്, ഇൻസ്റ്റഗ്രാം റീല്, അതുപോലെ എന്താ ഫേസ്ബുക്കിന്റെ മാർക്കറ്റ് പ്ലേസ്, ഫേസ്ബുക്കിന്റെ സെർച്ച്, ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചർ, അതുപോലെ ഇൻസ്റ്റഗ്രാമിന്റെ വീഡിയോ വ്യൂ, ഫീഡ്സ് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകേണ്ട ഫീഡ്, റീൽസ്, വീഡിയോസ്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇവിടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തൊക്കെ ആഡ് കാണിക്കും. ഇപ്പൊ നിങ്ങള് പറയുന്ന ഈ സാധനം നമുക്ക് ഇവിടെ കാണില്ല കേട്ടോ ഡിസ്പ്ലേയില്. ഇല്ല, കാണിക്കുന്നില്ല. കാരണം അത് ക്യാമ്പയിൻ ചെയ്യുമ്പോ കാണേണ്ട സംഭവമാണ്. ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് വായിച്ചിന് കണ്ടപ്പോഴേ. അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അത് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുത്ത് ആഡ് ഓടും. ഇനി അതുമല്ല, മനസ്സിലായി. ഈ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റഗ്രാമിന്റെയും കണക്ട് ചെയ്ത ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എനിക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ഗെയിമിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ പരസ്യം എന്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഓടും. അപ്പോൾ അതിന് എനിക്കൊരു പൈസയും കിട്ടും. എന്റെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ആൾക്കാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ വരുമാനം കിട്ടും. ചെറിയ നല്ല വരുമാനം കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത ഒരുപാട് വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പൊ അതിൽ റൺ ചെയ്യണമെങ്കിൽ ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് അതിന് പറയും, ഓഡിയൻസ് നെറ്റ്വർക്ക്. അപ്പൊ ആ നെറ്റ്വർക്കിൽ അതിൽ നമുക്ക് നമ്മളെ ആഡ് ഓടണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്യാമ്പയിൻ ചെയ്യുന്നത് ഞാൻ നാളെ എന്ത് ചെയ്യാമോ, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് ഇതിനെ കുറിച്ച് ഒരു ബേസിക് ഇൻഫർമേഷൻസ് തരിക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ ഫേസ്ബുക്കിന്റെ മെത്തേഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ആഡ് മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്. അപ്പൊ ഇവിടെ ചിലപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ പേജ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക് ചിലപ്പോൾ ഇവിടെ ഇതുപോലെ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ഒരു അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും. അതിൽ നമുക്ക് എന്താ നമ്മള് പേഴ്സണൽ അക്കൗണ്ടിലാണോ ഈ ലോഗിൻ ചെയ്യേണ്ടത്? ആ പേഴ്സണൽ അക്കൗണ്ടിലാണ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പേഴ്സണൽ അക്കൗണ്ടിലാണ് നമുക്ക് ഈ ബിസിനസ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു വ്യക്തിക്കാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല, നമ്മളെ ഫേമിന്റെ അക്കൗണ്ട് ഉണ്ടാവൂലേ? ഫേമിന്റെ അക്കൗണ്ട് ശരിക്കും ഒരു വ്യക്തിക്കാണ്. ഇപ്പൊ നിങ്ങൾ ഫേമിന്റെ പേരിലാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളത്. അപ്പൊ അങ്ങനെയായാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലും ഇവിടെ ബിസിനസ് അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ എന്റെ പേരിന്റെ പകരം നിങ്ങൾ ഫേമിന്റെ പേരിലാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്കിൽ ഇവിടെ ആ പേരേക്കാണ് കാണിക്കുക, പ്രൊഫൈൽ അക്കൗണ്ട്. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓരോ ബിസിനസ്സിനും ഇവിടെ വേണമെങ്കിൽ എന്ത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്ത എന്താ വെച്ചാല്, ഞാൻ നേരത്തെ കാണിച്ചില്ല, എന്റെ ലിമിറ്റ് ഫുൾ ആയിട്ടുണ്ട്, ഒരുപാട് അക്കൗണ്ട് ആയതുകൊണ്ട്. അപ്പൊ നിങ്ങളിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ആവുള്ളൂ കേട്ടോ, അവിടെ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആവില്ല. ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് അക്കൗണ്ടിന്റെ ഉള്ളിൽ നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം, ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് സെപ്പറേറ്റ് ആണ് ശരിക്കും. അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഇത് ബിസിനസ് അക്കൗണ്ട് ആണ്. ഈ ബിസിനസ് അക്കൗണ്ടിന്റെ ഉള്ളില് ഈ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് ആഡ് അക്കൗണ്ട്. ഇതിലിപ്പോ 3 ആഡ് അക്കൗണ്ട് ഉണ്ട്. ഇവിടെ ഇപ്പൊ 1 2 3. അതിനൊരു ഐഡിന്റെ ഒരു കോഡ് ഉണ്ടാവും. ഇനി എനിക്ക് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഇതിന്റെ ടൂൾസ് പോയിട്ട് ആഡ് അക്കൗണ്ട് സെറ്റിംഗ്സ് പോവാ. ഇവിടെ എന്ത് ചെയ്യണം, ഞാൻ പുതിയ ആഡ് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ആഡ് അക്കൗണ്ട് സെറ്റപ്പ്.
നമ്മളിപ്പോ പേജ് ഉണ്ടാക്കണില്ലേ ഫേസ്ബുക്കില്, ആ ആ ആ ആ പേജ് ഇതിക്ക് അതൊരു അക്കൗണ്ട് ആയിട്ട് വരുമോ, അല്ലെങ്കിൽ അത് അക്കൗണ്ട് ആയിട്ട് അതെന്താണ്? വരും. അത് ഇവിടെ അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും ചിലപ്പോ. നമ്മൾ ഓരോ പേജ് ഉണ്ടാക്കുമ്പോൾ ആ പേജിന്റെ പേരിൽ വരും. ഈ ചില കേസിൽ ചിലപ്പോൾ ഒന്നുകൊണ്ടില്ല, നമ്മളിത് മെറ്റ ഓപ്പൺ ചെയ്ത് കാണും നിങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് വരും. മെറ്റയിൽ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ കണക്ട് ചെയ്തില്ലേ, ഉം. ജസ്റ്റ് ഉണ്ടാക്കിക്കാണ്ട് ചിലപ്പോൾ ഉണ്ടാക്കിയത് എന്നോളന്നില്ല. പക്ഷെ നമ്മളിവിടെ മെറ്റയിൽ പോയിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് സെറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആഡ് അക്കൗണ്ട് ഇവിടെ ബിസിനസ് അല്ല, അക്കൗണ്ട് നമ്മളൊരു ക്രിയേറ്റ് ചെയ്യും. ക്ലാസ്സിൽ പേജിനെ കുറിച്ച് പറഞ്ഞല്ലോ, പേജ് ഉണ്ടാക്കുന്നതും അത് മാനേജ് ചെയ്യണതും ഒക്കെ. അതെ, ആ ഒരു ബിസിനസ് അക്കൗണ്ട് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ബിസിനസ് അക്കൗണ്ട് ഇവിടെ ഉണ്ടാവും. ആ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാല് അല്ല, അതില് ആ ആ ആ അക്കൗണ്ട് ഇവിടെ ചെയ്ത് കൊടുത്താൽ പോരെ, പിന്നെ നമ്മൾ വേറെ ഒന്ന് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്രിയേറ്റ് ചെയ്യണ ആവശ്യം ഉണ്ടാവില്ല. ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാന്നുള്ളൂ. അപ്പൊ സാധാരണ കേസിൽ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ബിസിനസിന് വേണ്ടി ആഡ് ചെയ്യണമെങ്കിലാണ് ഇപ്പൊ ഇതൊക്കെ ആവശ്യം വരുള്ളൂ. ഇപ്പൊ ഒരു ബിസിനസിന്റെ ഓൺ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ ഇത്ര ചൊറൊന്നുമില്ല. ഇതിപ്പോ നമ്മളത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലയന്റിന്റെ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ എന്ത് അതെ 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 കോമ്പറ്റേഷൻ. അതെ. നിങ്ങളെ പേഴ്സണൽ ആകുമ്പോൾ നിങ്ങളെ ബിസിനസ് ഇപ്പോൾ ജീവന്റെ ആണെങ്കിൽ അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജീവനും മെഗാവിറ്റ രണ്ട് പേജ് ഉണ്ടായതുകൊണ്ട് രണ്ട് ആഡ് അക്കൗണ്ട് അവിടെ കാണിക്കുന്നുണ്ടാവും. ഒരു നിങ്ങളെ പേഴ്സണൽ അക്കൗണ്ട് കാണിക്കുന്നുണ്ടാവും. ഇപ്പൊ മെഗാവിറ്റിന്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെഗാവിറ്റിന്റെ ആഡ് അക്കൗണ്ട് അതില് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഉം. ആഡ് അക്കൗണ്ട് അതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ക്രിയേറ്റ് ആഡ് അക്കൗണ്ട് എന്ന് കൊടുത്തുകൊണ്ട് ആഡ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ബിസിനസ് അക്കൗണ്ട് ആണ് ആവുള്ളൂ. ആഡ് അക്കൗണ്ട് ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. മനസ്സിലായോ? ഉം. 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 ആഡ് അക്കൗണ്ട് ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ബിസിനസ് അക്കൗണ്ട് ആണ് എന്ത് ചെയ്യുള്ളൂ നമുക്ക് ആവുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഈ ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പോയി അവിടെ ആഡ് അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. ഇവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നുണ്ടാവും. ക്രിയേറ്റ് ന്യൂ പറഞ്ഞാൽ പുതിയൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ അതിനൊരു പേര് കൊടുക്കുക, ടൈമും ഡേറ്റും ഡോളറും കൊടുക്കുക. അപ്പൊ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. അതായത് നമ്മളെ ആ ബിസിനസിന്റെ ഇത് പേയ്മെന്റ് വെച്ചുള്ളതായതുകൊണ്ട് തന്നെ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളും, ഫോൺ നമ്പർ, ബിസിനസ് നെയിം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ടാക്സിന്റെ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണം അല്ല, നിർബന്ധം. അതാണ് ഈ ടാക്സിന്റെ ഇൻഫർമേഷൻ പറഞ്ഞാൽ നമുക്കിപ്പോ പേഴ്സണൽ ഉള്ളതിന് വരുന്നില്ലല്ലോ. അതായത് ഇപ്പൊ നമ്മളെ ഫേമിനല്ലേ ടാക്സ് വരുന്നുള്ളൂ. അതെ, ഇനി ഇവിടെ ഫേമിനാണ് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആഡ് അക്കൗണ്ട് ഓരോ ബിസിനസ്സിനാണ് ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ബിസിനസ് അക്കൗണ്ടിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ആഡ് അക്കൗണ്ട്. ഇവിടെ ഇപ്പൊ ഒരു പേര് കൊടുത്തിട്ട് ഉദാഹരണം പറയാം, ഡ്രീം ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ടൈം സോണ് കൊൽക്കത്ത. ഉം. 5:30. ഇവിടെ നമുക്ക് കറൻസി, ഇവിടെ ഡോളറായി കഴിഞ്ഞാൽ ഫുള്ള് എമൗണ്ട് എന്ത് ചെയ്യും, ആഡ് അക്കൗണ്ടിൽ ഡോളറിലാണ് കാണിക്കുക. അപ്പൊ നമുക്ക് ഇന്ത്യ റുപ്പിയിൽ നമുക്ക് കാണാൻ സുഖം. അപ്പൊ INR ഇന്ത്യ റുപ്പി കൊടുത്തു. അപ്പൊ ഇതിപ്പോ ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഈ ഡ്രീം ഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിലൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ ആഡ് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ടൈം, ഡേറ്റ് കാര്യങ്ങൾ കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു. അപ്പൊ ഇവിടെ ചോദിക്കും, ദിസ് ആഡ് അക്കൗണ്ട് വിൽ ബി യൂസ്ഡ് ഫോർ മൈ ബിസിനസ്. നിങ്ങളുടെ ഓൺ ബിസിനസ് ആണോ അതല്ല ക്ലയന്റ് ആണോ ചോദിക്കും. ഓൺ ബിസിനസ് ആണെങ്കിൽ നമുക്ക് അത് കൊടുക്കുക, ക്ലയന്റ് ആണെങ്കിൽ ക്ലയന്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ആ രീതിയിലായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് വരിക. അപ്പൊ നമുക്ക് ഓൺ അക്കൗണ്ട് കൊടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക് ഇവിടെ കാണിക്കും ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇതിന് ആർക്കൊക്കെയാണ് ആക്സസ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഓൾറെഡി ഈ ബിസിനസ് പേജിന് അഡ്മിൻ ആയിട്ടുള്ള രണ്ടാളാണ്. ഇബ എന്ന് പറഞ്ഞ ആളും എന്റെ പേരുണ്ട്. അപ്പൊ ആർക്കൊക്കെ ആക്സസ് വേണമെന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പൊ ഇതിന്റെ പേര് ഇത് സെലക്ട് ചെയ്തു. ഇവിടെ മാനേജ് ക്യാമ്പയിൻ, വ്യൂ പെർഫോമൻസ്, മാനേജ് ക്രിയേറ്റീവ്, അപ്പ് മോക്കപ്പ്, ഇവിടെ ഫുൾ കൺട്രോൾ എന്നുണ്ട്. ഈ ഫുൾ കൺട്രോളിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്, പേയ്മെന്റ്, ഫിനാൻഷ്യൽ ആൻഡ് പെർമിഷൻ, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ആഡ്, ആക്സസ് റിപ്പോർട്ട് ആൻഡ് വ്യൂസ്, കൺട്രോൾ ആഡ് അക്കൗണ്ട്. ആഡ് അക്കൗണ്ട് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ ഫുൾ ആക്സസ് വേണം കേട്ടോ. അത് ശ്രദ്ധിക്കുക. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ആ ആഡ് അക്കൗണ്ടിന് നമ്പർ ഉണ്ടാവും. ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ആഡ് പേയ്മെന്റ് ഇൻഫോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ആഡ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, പേയ്മെന്റ് ആഡ് ചെയ്യണം. പേയ്മെന്റ് ആഡ് ചെയ്യുന്ന മുമ്പ് പേയ്മെന്റ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കണം പേയ്മെന്റ്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ കറൻസി, ഇന്ത്യ റുപ്പി, ഏഷ്യ കൊൽക്കത്ത വന്നു. നെക്സ്റ്റ് അടിച്ചു.
നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ഡെബിറ്റ് കാർഡ്, UPI, പേടിഎം, നെറ്റ് ബാങ്കിങ്. ഇതിന് ഏത് ത്രൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പേയ്മെന്റ് മെത്തേഡ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്, ടാക്സ് ഇൻഫർമേഷൻ എന്ന ഇൻഫർമേഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ GST നമ്പർ കൊടുക്കാം നമ്മുടെ ബിസിനസിന്റെ. അപ്പം ആ GST ബില്ലിൽ നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ റിട്ടേൺ കൊടുക്കാൻ പറ്റും. പാൻ കാർഡ് നമ്പർ കൊടുക്കുക, അത് ഓപ്ഷൻ, ഇത് രണ്ട് ഓപ്ഷനിലാണ്. അതില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ടിക്കറ്റ് കൊടുക്കുക, നമ്മുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ അഡ്വർടൈസിങ് പർപ്പസ്, യെസ് ഐ ആം ബൈങ് ആഡ്സ് ഫോർ ബിസിനസ് പർപ്പസ്, നോ ഐ ആം നോട്ട് ബൈങ് ആഡ്സ് ഫോർ ബിസിനസ് പർപ്പസ്. ബിസിനസ് പർപ്പസിനാണോ അതല്ല പേഴ്സണൽ യൂസിനാണോ എന്നുള്ള ഒരു ഡീറ്റെയിൽ ആണ്. അപ്പൊ നമുക്ക് ബിസിനസ് പർപ്പസ് ആണെങ്കിൽ ആ രീതിയിൽ തന്നെ കൊടുക്കുക, ഏതാണ് കാറ്റഗറി. ജസ്റ്റ് ഇൻഫർമേഷൻസ് കൊടുത്തു. അടുത്തത് പേയ്മെന്റ് മെത്തേഡ് ആണ്. പേയ്മെന്റ് മെത്തേഡ് ഡെബിറ്റ് കാർഡ്, UPI, പേടിഎം. ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ക്ലെയിം ചെയ്യാൻ ഓപ്ഷൻ കേട്ടോ. ഈ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയോ, earn with an ad credit. You need payment method, run your ads. You can claim ad credit after entering your payment information. അതായത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പയിൻസ് ചെയ്യാം, പേയ്മെന്റ് എന്ത് ചെയ്തോളൂ, പിന്നെ കൊടുത്താൽ മതി. അപ്പൊ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചാണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ, ക്യാമ്പയിൻ റൺ ചെയ്തതിന് ശേഷം ഇവിടെ പേയ്മെന്റ് കാണിക്കും, പിന്നെ ഓട്ടോമാറ്റിക്കായി ക്രെഡിറ്റ് ആകുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 റുപ്യൊക്കെ വരെ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പൈസ തരും. പക്ഷെ അതിന് ആദ്യം ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്യണം കേട്ടോ, ലിങ്ക് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പൊ 2000 റുപ്യ അതിന്റെ ശേഷം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, അത് ക്ലിയർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കടായിട്ട് 2000 റുപ്യ കിട്ടും, അതിന് വേണ്ടിയിട്ടാണിത്. അപ്പൊ നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ഏതാണ് ഉള്ളത് കൊടുക്കുക. അപ്പൊ UPI ആണെങ്കിൽ UPI കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാല് നമ്മളെ UPIന്റെ കോഡ് ഉണ്ടല്ലോ അത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇവിടെ ബാർ കോഡ് ഉണ്ടാവും, ബാർ കോഡ് എന്ത് ചെയ്യുക, എമൗണ്ട് കൊടുക്കുക. അപ്പൊ എത്ര എമൗണ്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് പ്രീപെയ്ഡ് അക്കൗണ്ട്, അപ്പൊ നമുക്ക് എത്ര എമൗണ്ട് ആഡ് ചെയ്യാം. 1000 ഓൾറെഡി കാണിക്കുന്നുണ്ട്, നമുക്ക് എത്ര വേണമെങ്കിൽ അത്രയും കൊടുക്കണ്ടാവും. എത്ര എമൗണ്ട് നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യുന്നെങ്കിൽ ആ എമൗണ്ട് അടിച്ചു കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ UPI കോഡോ അല്ലെങ്കിൽ നമ്മളെ ഇവിടെ നമ്മൾ ചോദിക്കൊണ്ട് ഏതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, UPI പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ UPI കൊടുത്തു. ഇവിടെ ഫോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, BHIM ഉണ്ട്, പേടിഎം ഉണ്ട്, ആമസോൺ പേ ഉണ്ട്, വാട്സപ്പ് പേ ഉണ്ട്, FI മണി ഉണ്ട്, ജുപ്പിറ്റർ ഉണ്ട്, സ്ലൈസ് ഉണ്ട്, കിവി, ക്രെഡ് ഉണ്ട്, ബജാജ് ഫിനാൻസ് ഉണ്ട്. ഏത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ നമുക്ക് ഏതാ വേണ്ടതെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ ഗൂഗിൾ പേ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ UPI ID ഇവിടെ കൊടുക്കാം. ID വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, നമ്മളെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് സബ്മിറ്റ് ചെയ്യുക, പേയ്മെന്റ് എടുത്താൽ. ഇനി അതും അല്ലെങ്കിൽ ജനറേറ്റ് QR കോഡ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് ഉണ്ടാവും. അത് 1000 രൂപ, ഇവിടെ 2-3 മിനിറ്റ് വരെ സമയമുണ്ട്. അപ്പൊ ഇത് സ്കാൻ ചെയ്യുക, പേയ്മെന്റ് നടത്തുക. അപ്പൊ ഓട്ടോമാറ്റിക് സക്സസ്ഫുള്ളി എഴുതി കാണിക്കും. എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എഴുതി കാണിച്ചിട്ട് നമ്മുടെ ആഡ് അക്കൗണ്ടിൽ ഇവിടെ പേയ്മെന്റ് സക്സസ്ഫുൾ എഴുതി കാണിക്കും. ഓക്കെ, അങ്ങനെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല ആഡ് അക്കൗണ്ട്, ആ ആഡ് അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റും. ഇത് ഇങ്ങനെ ഇത് ഫസ്റ്റ് വരും, നിങ്ങൾ ക്യാമ്പയിൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന്റെ പേര് ഡ്രീം ഫിറ്റ്. അപ്പൊ അത് സെലക്ട് ചെയ്തു. ഇവിടെ ഇന്ത്യയിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട് ആയതുകൊണ്ട് വരുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡ്രീം ഫിറ്റ്. ഇപ്പൊ ഈ ആഡ് ഇതാണ് ഇപ്പൊ നമ്മൾ പുതിയത് കൊടുത്തത് ഉണ്ടോ, ആഡ് അക്കൗണ്ട് അപ്ഡേറ്റ്, നോ ആക്ഷൻ നീഡഡ്, സെറ്റപ്പ് ഇംപ്രൂവ്മെന്റ് വെബ് ക്യാമ്പയിൻ. പിന്നെ ഒരു കാര്യങ്ങളോട് പറയാനുള്ളത് വെച്ചാല്, നിങ്ങൾ ആരും എന്ത് ചെയ്ത് ക്യാമ്പയിൻ ഒന്നും ചെയ്യരുത് കേട്ടോ. കാരണം ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരിക്കലും അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ആഡോ കാര്യങ്ങളോ ക്യാമ്പയിൻസോ ചെയ്യരുത്. അത് റൺ ചെയ്യരുത്. റൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അത് ബാൻ ചെയ്യൂല്. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻസും അതുപോലെ ബിസിനസ് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല,
നമ്മളെ ബിസിനസിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്, ബിസിനസിന്റെയും അതുപോലെ തന്നെ ആഡ് അക്കൗണ്ടിന്റെ ഇൻഫർമേഷൻസ് ഉണ്ട്. സെറ്റിങ്സ് പോയിട്ട് അത് കംപ്ലീറ്റ് കൊടുക്കുക. പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ബിസിനസിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്ത് ഓക്കെ ആയതിന്റെ ശേഷം നമ്മൾ ക്യാമ്പയിൻ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മള് അവരെ ക്രൈറ്റീരിയക്ക് എതിരാണ്. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കാതെ ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ട് ഡിസേബിൾ ആവും. അപ്പൊ അതിൽ പൈസ ഇട്ടണമെങ്കിൽ ആ പൈസയും പോവും, ക്യാമ്പയിൻ പൈസയും പോവും, നമ്മളെ ഈ അക്കൗണ്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് അക്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബാൻ ആയിട്ടുണ്ട്. ബാൻ ആയിട്ട് നമുക്ക് പുതിയ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ ബിസിനസ് അക്കൗണ്ട് ആണ് ബാൻ ആവുള്ളൂ. അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൽ ചില അക്കൗണ്ട് ഉണ്ടോ ബാൻ ആയത്. അപ്പൊ ഇവിടെ ബാൻ ആയ അക്കൗണ്ടിന്റെ പിൻ നമ്പർ ഉണ്ടാവും ചിലപ്പോ. ചിലതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടാവും, ഡിസേബിൾഡ് അക്കൗണ്ട് എന്ന് കാണിക്കുക. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മള് അതുപോലെ നമ്മൾ ഫുള്ളാക്കാതെ ക്യാമ്പയിനോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കല്. ഏതൊക്കെ അക്കൗണ്ട് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വേണ്ട എന്താ വെച്ചാല് നമ്മളെ ആഡ് അക്കൗണ്ട് അപ്ഡേറ്റ്സ് ആണ്. അത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അത് കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ആ അപ്പൊ നിങ്ങൾ ഈ ബിസിനസ് ആഡ് മാനേജർ ഓപ്പൺ ചെയ്യുക. ബിസിനസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ബിസിനസ് അക്കൗണ്ട് ഉണ്ടാവും. ഈ ബിസിനസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, പോയിട്ട് നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കൊടുക്കുക എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതുപോലെ അതിന്റെ ലോഗോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ലോഗോ, അതിന്റെ ഇൻഫർമേഷൻസ്, അതിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ ആദ്യം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് തന്നെ ഉണ്ടാവും. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിന് ആക്സസ് ആർക്കൊക്കെ കൊടുക്കേണ്ടത്, ആഡ് അക്കൗണ്ട് പേജ്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. പിന്നെ പേയ്മെന്റ് ഇൻഫർമേഷൻസ്, അതുപോലെ ഗൈഡൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതൊക്കെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇത് കട്ടാവാനും ഒരു ഡിസേബിൾ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ആ ഫസ്റ്റ് ഈ ഒരു സംഭവം പാർട്ട് ഫില്ല് ചെയ്യുക. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്തു നോക്കിയാലേ അറിയാൻ കഴിയുള്ളൂ. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ അത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതെ അതെ, ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ചെയ്തു നോക്കിയാലേ അപ്പൊ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇന്നൊന്ന് ചെയ്ത് നോക്കുക. അതിൽ ക്യാമ്പയിനും കാര്യമൊന്നും ചെയ്തിട്ട് അത് നമുക്ക് അതുപോലെ ചെയ്യാം. ഇത് പെട്ടെന്ന് കയറി ചെയ്ത് അപ്പൊ ഡിസേബിൾ ആവും. അങ്ങനെ പ്രശ്നം ഉണ്ട് ഇതിനൊക്കെ. ചില കേസിൽ അല്ല, പ്രശ്നം ഉണ്ടാവും. ക്യാമ്പയിലേക്ക് പോകാഞ്ഞാ പോരെ. ആ പേയ്മെന്റിക്ക് പോകേണ്ട മാത്രമല്ല, ക്യാമ്പയിൻ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ക്യാമ്പയിനിക്ക് പോകേണ്ട വെച്ചാൽ മതി, നിങ്ങൾ അക്കൗണ്ട് സെറ്റ് ആക്കി. അതന്നെ, ക്യാമ്പയിലേക്ക് പോകാഞ്ഞാ മതി. മതി. ക്യാമ്പയിൻ ചെയ്യാൻ ഇവിടെ ക്രിയേറ്റ് കൊടുത്ത് ക്യാമ്പയിൻ ചെയ്യാഞ്ഞാൽ മതി. അത് നമുക്ക് പിന്നെ ചെയ്യാം. അത് കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 2 ദിവസമൊക്കെ ടൈം കഴിഞ്ഞിട്ട് ചെയ്യാണ് നല്ലത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് ഒരാൾ കയറി അക്കൗണ്ട് ഉണ്ടാക്കി, പെട്ടെന്ന് ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കി, പെട്ടെന്ന് ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവര് പെട്ടെന്ന് സ്പോട്ടിൽ പോകും. കാരണം നമ്മൾ ഈ സ്റ്റുഡൻസ് ചെയ്യുന്നതുകൊണ്ട് നല്ലോ അറിയാം. അവര് പെട്ടെന്ന് കയറി ചെയ്യുമ്പോൾ ഒക്കെ ഡിസേബിൾ ആവും. എന്നിട്ട് രണ്ടാമത് പിന്നെ വേറെ ഉണ്ടാക്കിക്കാണ്ടൊക്കെ ചെയ്യാം. പിന്നെ വേറെ ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ മാറ്റണം. അങ്ങനെ ബുദ്ധിമുട്ട് വരും. ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഈ പേയ്മെന്റ് ഒക്കെ ഉള്ള കാര്യം ആയതുകൊണ്ട് അതെ അതെ അതെ. ഈ അക്കൗണ്ട് ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്യണം, പേജ് കൺഫേം ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ സെറ്റപ്പ് യുവർ ആഡ് ഡീറ്റെയിൽസ് കാണിക്കും, കൺഫേം യുവർ ഡാറ്റ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സെറ്റ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ പേയ്മെന്റ് ഡീറ്റെയിൽസ്, നിങ്ങളെ ബിസിനസ് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ ഒന്ന് കൊടുത്ത് സെറ്റ് ആക്കുക. ഓക്കെ, ഈ ബിസിനസ് ഡോട്ട് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാണ്ട് അടിച്ചാണ്ട് അങ്ങനെ പോലല്ലേ ഇതിന്റെ മെയിന്. അങ്ങനെ പോയാൽ മതി. അപ്പൊ നിങ്ങൾ വേറെ എവിടെ വെച്ചാൽ മെറ്റേക്കാണ് വരിക, ഇവിടേക്കാണ് വരിക. ബിസിനസ് ഡോട്ട് ഫേസ്ബുക്ക് ഇവിടേക്കാണ് വരിക. അപ്പൊ ഇവിടെ നിങ്ങളെ പേജും കാര്യങ്ങളും കാണിക്കുക. അപ്പൊ ഏതിലാണ് ചെയ്യണമെങ്കിൽ ഇവിടെ ടൂൾസ് പോവാ. ഇവിടെ ടൂൾസിലാണ് ഉണ്ടാവുക കേട്ടോ, ആഡ് മാനേജർ. കിട്ടിയോ? ടൂൾസിലാണ് ഈ ആഡ് മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവുക. അതെ 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 അതെ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. പറഞ്ഞ മാതിരി ഓക്കെ, അപ്പൊ നിങ്ങള് ഇങ്ങനെ നോക്കിയാല് കിട്ടും. പിന്നെ അങ്ങനെ ക്യാമ്പയിൻക്ക് പോകാഞ്ഞാ മതി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നിങ്ങൾ അക്കൗണ്ട് കാര്യമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കി.
ഇൻഷാല്ലാ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, നോക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ക്യാമ്പയിൻസ് പതുക്കെ പതുക്കെ തുടങ്ങാം. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. ഇന്ന് വൈൻഡപ്പ് ചെയ്യല്ലേ? ആ ഓക്കെ, താങ്ക് യു, വെൽക്കം. ഓക്കെ.